بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسيجنبها الأتقى الذي يؤتي ماله يتزكى وما لأحد عنده من نعمة تجزى إلا ابتغاء وجه ربه الأعلى ولسوف يرضى صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين قال رسول الله صلى الله عليه وسلم رحم الله أبا بكر زوجني ابنته وحملني إلى دار الهجرة وعتق بلالا من ماله صدق رسول الله صلى الله عليه وسلم. ആദരണീയരായ ഉസ്താദുമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, വിശുദ്ധ റമദാനിലെ പകുതി ഭാഗം, ആദ്യ പകുതി നമ്മിൽ നിന്ന് വിട പറഞ്ഞു. വളരെ ശ്രേഷ്ഠമായ അവസാന ഭാഗത്തേക്ക് നാം പ്രവേശിച്ചു. കഴിഞ്ഞുപോയ ദിനരാത്രങ്ങളെല്ലാം വിശുദ്ധ റമദാനിനെ അർഹിക്കുന്ന വിധം സ്വീകരിക്കുകയും വേണ്ട രൂപത്തിൽ കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കുകയും ചെയ്തവരിൽ അല്ലാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട സർവ്വ മുഅ്മിൻ മുഅ്മിനാത്തുകളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശേഷിക്കുന്ന ദിനരാത്രങ്ങൾ അത്രയും അല്ലാഹുവിൻ്റെ പൊരുത്തം വിചാരിച്ച് ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാനും അതിശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ നന്നായി അറിഞ്ഞ് അനുഭവിക്കാനും അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ അത് ധാരാളം പഠിക്കാനും പകർത്താനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ഏറ്റിത്തരുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുന്നു. സൂറത്തുൽ ലൈലിലെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് വിഷയങ്ങളാണ് ഇന്ന് ഇവിടെ നമ്മെ ഓതിവെച്ച ആയത്തുകളിലൂടെ വിശുദ്ധ ഖുർആൻ പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തുന്നത്. ഏറെ സമ്പാദ്യങ്ങളും സൽക്കർമ്മങ്ങളും ജീവിതത്തിൽ ചെയ്തെങ്കിലും ഒരു ചിന്ത എപ്പോഴും നമ്മിലെല്ലാവരിലും ഉണ്ടാകണം. അതെല്ലാം അല്ലാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരുന്നോ അല്ലയോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതാണ്. ധാരാളം കഷ്ടപ്പാടുകൾ സഹിച്ചു എന്നതുകൊണ്ട് മാത്രം അല്ലാഹു ഒരു കർമ്മത്തെ സ്വീകരിച്ചോളണം എന്നില്ല. തീരെ വിഷമങ്ങൾ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് ഒരു കർമ്മത്തെ തള്ളിക്കളയണം എന്നുമില്ല. എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അല്ലാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യമാക്കുക എന്നിടത്താണ്.
അവസാന ഭാഗം പറയുന്ന ഈ ഒരു വിഷയം വളരെ മർമ്മപ്രധാനമായ വിഷയമാണ്. കഷ്ടപ്പാടുകൾ അനുഭവിച്ചു എന്നതുകൊണ്ട് മാത്രം പ്രതിഫലം ലഭിക്കണമായിരുന്നെങ്കിൽ ഹിജ്റ പോയ സ്വഹാബിമാർക്ക് ലഭിക്കണമായിരുന്നു. ചരിത്രത്തിൽ മുഹാജിറുകൾ അനുഭവിച്ചതുപോലെ തീക്ഷ്ണമായ അനുഭവങ്ങൾ മറ്റാർക്കും ഇല്ലെന്ന് തന്നെ പറയാം. വളരെ വലിയ പ്രതിസന്ധികളാണ് അവരെ യാത്രയിലുടനീളം. ആദ്യമായി ഹിജ്റ പോയവരൊക്കെ എത്രമാത്രം പരീക്ഷണങ്ങൾ അനുഭവിച്ചു. മക്കയിൽ നിന്ന് ആദ്യം ഹിജ്റ പോയ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട അബൂ സലമ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ 2 ഹിജ്റ ചെയ്ത സ്വഹാബിയാണ്. ആദ്യം ഹിജ്റ ചെയ്തത് ഹബശയിലേക്കാണ്. അവിടെ എത്തിയപ്പോൾ മുശ്രിക്കുകളിൽ നിന്ന് കേട്ട ഒരു വാർത്ത നല്ല വാർത്തയാണെന്ന് മനസ്സിലാക്കി മക്കയിലേക്ക് വന്നു. ഹിജ്റ പോയവരുടെ ഇടയിലേക്ക് ഇപ്പൊ മക്കയിൽ ശാന്തമാണ്, ഇസ്ലാം വ്യാപിച്ചിട്ടുണ്ട്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു തരം പീഡനങ്ങളും ഇല്ല എന്ന ഒരു സന്തോഷ വാർത്ത അറിയിക്കുന്നത് പോലത്തെ വാർത്ത കിട്ടിയപ്പോ എന്നാ പിന്നെ മറ്റൊരു നാട്ടിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് സദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കണ്ടിരിക്കാമല്ലോ, അവിടുത്തെ നിർദ്ദേശങ്ങളും ഗുണപാഠങ്ങളൊക്കെ കേൾക്കാമല്ലോ എന്ന ആ വല്ലാത്ത സന്തോഷത്തോടെ തിരിച്ച് മക്കയിലേക്ക് വന്നു. മക്കയിലെത്തിയപ്പോഴാണ് ഇത് ഒരു 1-ാം നമ്പർ ചതിയാണെന്ന് മനസ്സിലായത്. മർദ്ദനം ഒന്നുകൂടി ശക്തമായി. അപ്പോഴാണ് 2ാമത്തെ കൽപ്പന വരുന്നത്, നിങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോവുക. ആ കൽപ്പന വന്നപ്പോൾ ആദ്യം ഹിജ്റ പോകാൻ ഒരുങ്ങിയ ആളാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു. മഹാനവറുകളും ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും സലമ എന്ന് പറയുന്ന ചെറിയ കുഞ്ഞും കൂടി ഒരു വാഹനപ്പുറത്ത് യാത്രക്കൊരുങ്ങിയപ്പോ ഭാര്യ കുടുംബവും ഭർത്താവിന്റെ കുടുംബവും 2 പേരും വന്ന് ഈ കുഞ്ഞിനെ വിട്ടുതരില്ല എന്ന വിഷയത്തിൽ തർക്കം കൂടി. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും ആ കുഞ്ഞിനെയും വാഹനത്തിൽ നിന്ന് അവർ വേർപ്പെടുത്തി. മഹദി പറയുന്നുണ്ട്, പിൽക്കാലത്ത് ആ ചരിത്രം ഇങ്ങനെ അയവിറക്കുമ്പോ ഞാൻ അന്ന് അനുഭവിച്ച ഒരു വിഷമം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഭർത്താവ് മരണപ്പെട്ടപ്പോൾ പോലും എന്റെ കണ്ണിൽ ഒരിക്കലും അതിനേക്കാളും സങ്കടകരമായ ചിത്രം ഹിജ്റയുടെ ചിത്രമാണ്. എന്റെ കുഞ്ഞിന്റെ 2 കൈ പിടിച്ച് 2 വീട്ടുകാർ വലിക്കുകയാണ്. എങ്ങനെയുണ്ടാകും അവസ്ഥ? ഒരു 1-1.5 വയസ്സുള്ള കുട്ടിയുടെ കൈ പിടിച്ച് വലിച്ചാൽ 2 കൂട്ടരും അവകാശപ്പെടാൻ ഞങ്ങളെ കുട്ടിയാണ്, വിട്ടുതരില്ല. അവസാനം കുറച്ച് ഊക്കോ കിട്ടിയപ്പോ ഭർത്താവിന്റെ വീട്ടുകാരാ കുട്ടിയെ കൊണ്ടുപോയി. മഹദി ഒറ്റപ്പെട്ടു. അബൂ സലമ റളിയല്ലാഹു അൻഹു ഒരു വാഹനത്തിൽ പോവുകയും ചെയ്തു. എന്നും ഈ കുട്ടിയെ വേർപിരിഞ്ഞ ആ സ്ഥലത്തേക്ക് വൈകുന്നേരമായാൽ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ എങ്ങനെ വരും? കുട്ടിയെ ഇപ്പോഴും കിട്ടിയിട്ടില്ല. കുട്ടി ഭർത്താവിന്റെ കുടുംബത്തിൽ, മഹദി സ്വന്തം വീട്ടിലാണ്. എത്ര വിഷമുണ്ടാകും? ആ സ്ഥലത്ത് വന്ന് വൈകുന്നേര സമയത്ത് അങ്ങനെ ഇരിക്കും, വല്ലാതെ സങ്കടപ്പെടും. ഈ ഇരുത്തം ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ നീണ്ടുപോയപ്പോ മുഗീറത്ത് ബിൻ ശുഅബ ആ കുടുംബത്തിൽ ഒരു കാരണവരാണ്. അന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. എന്നാലും അദ്ദേഹം പറഞ്ഞു, ഒരു പെണ്ണിന്റെ മനോഗതി മനസ്സിലാക്കി എത്രയായാലും ഒരു കുട്ടിയെ പോറ്റാൻ നമ്മളെ കൊണ്ടൊന്നും കഴിയില്ല. ആ കുട്ടിയെ ആ ഉമ്മയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കും. വേണ്ടത് അവർ തീരുമാനിച്ചു. കുട്ടിയെ കിട്ടിയ ഉടനെ തന്നെ പിന്നെ മഹദിയുടെ മനസ്സ് ഹിജ്റയിലേക്ക്. മക്കത്തുനിന്ന് മദീനയിലേക്ക് ഒറ്റയ്ക്ക് ഹിജ്റ പോയ മഹദിയാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, ഇന്നത്തെ സൗകര്യമുള്ള റോഡൊന്നുമില്ല. ഒരു വാഹനപ്പുറത്ത് ചില്ലറ ഭക്ഷണങ്ങൾ ഒരുക്കി ഒരു ഉമ്മ കൈക്കുഞ്ഞിനെയുമായിട്ട് 8-9 ദിവസം നീണ്ട ആ യാത്ര ഇടയിലിടയിൽ ഇങ്ങനെ തങ്ങി നിന്ന് പോകുമ്പോൾ എത്ര വിഷമുണ്ടാകും. അങ്ങനെ മക്കത്ത് നിന്ന് അങ്ങനെ പോയി. നമ്മൾ ഇന്ന് ഇഹ്റാം കെട്ടാൻ പോകുന്ന തൻഈം എത്തിയപ്പോ
അവിടെ ഒരാള് വന്ന് ചോദിച്ചു, നിങ്ങൾ എവിടുക്കാന്ന് ചോദിച്ചു. ഒറ്റക്കൊരു പെണ്ണുങ്ങളെ കണ്ടപ്പോ, ഞാൻ മദീനയിലേക്ക് പോകാണ്, ഭർത്താവ് അവിടെ ഉള്ളത്, കൂടാറില്ലേ? കൂടാറില്ല. എന്നാ ഞാൻ മദീന വരെ നിങ്ങൾ എത്തിച്ചു തരാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുന്നുണ്ട്, സത്യത്തിൽ എന്റെ വിശ്വാസത്തോട് അന്ന് അദ്ദേഹത്തിന്റെ വിശ്വാസം ചേർന്നിട്ടില്ല. ഉസ്മാൻ ഇബ്നു ത്വൽഹ നല്ല മനുഷ്യനാണ്. ഞാനൊരു പെണ്ണും ഒരു കൈക്കുഞ്ഞും പോകുന്നത് കണ്ടപ്പോ ഒരു വിഷമം ആലോചിച്ചുകൊണ്ട് സുരക്ഷ നൽകുന്ന ഭാഗമായിട്ട് ഒരു കൂലിയും സ്വീകരിക്കാതെ അദ്ദേഹത്തെ പോലൊരു വിശ്വസ്തനെ ഞാൻ കണ്ടില്ല. ഒരു വാഹനത്തിൽ അദ്ദേഹവും മറ്റൊരു വാഹനത്തിൽ ഭക്ഷ്യവസ്തുക്കളും കയറ്റി ഞങ്ങളൊരു വാഹനവും അങ്ങനെ നടന്നു. മദീനയിലെത്തി അന്വേഷിച്ച് മദീന വരെ ആക്കി തന്ന അദ്ദേഹം തിരിച്ചു പോന്നു. ആ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അതുപോലെ തന്നെ അബൂ സലമ റളിയല്ലാഹു അൻഹു രണ്ടുപേരും വല്ലാതെ പ്രതിസന്ധികൾ തരണം ചെയ്ത മഹാന്മാരാണ്. അതുകൊണ്ട് തന്നെയാണ് ആദ്യം ഹിജ്റ വന്ന അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ, വഫാത്ത് നടന്ന ഉടനെ ആ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തി. അന്ത്യകർമ്മങ്ങൾ നടത്തുന്നത് തങ്ങൾ നേരിട്ടാണ്. കണ്ണ് വരെ ചിമ്മിപ്പിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. താടക്ക് കെട്ടിക്കൊടുക്കുന്നത് കണ്ട ഉടനെ തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുമ്മ റഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ. അല്ലാഹുവേ, ഈ മഹാനുഭാവന്റെ സ്ഥാനം നീ വലിയ സ്ഥാനം നൽകി അലങ്കരിച്ച മാർഗദർശികളായ മഹാന്മാരുടെ കൂട്ടത്തിൽ നീ ഉയർത്തിക്കൊടുക്കണം. വനവ്വിർ ലരിഹഹു, അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലം സദാ നീ പ്രകാശിപ്പിക്കണം. വഗ്ഫിർ ലഹു എന്ന് പറഞ്ഞ് തങ്ങൾ ആ ജനാസിന്റെ അടുത്ത് വെച്ച് ദുആ ചെയ്തു. ഈ ത്യാഗം സഹിച്ച ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. അത് ഒരു ചരിത്രമാണെങ്കിൽ ഹിജ്റ പോയവരെല്ലാവരുടെ ജീവിതത്തിലും ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. വലിയ പണക്കാരനായി സന്തോഷവാനായി സുഖലോലുപനായി ജീവിച്ച മഹാനല്ലേ മുസ്അബ് റളിയല്ലാഹു അൻഹു. ഹിജ്റ പോകുന്ന സമയത്ത് മഹാനവറുകൾ ധരിച്ച ഒരു വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രം പിതാവ് നൽകിയിട്ടില്ല. ഉമൈർ വളരെ ചൂടായിട്ടാണ് മുസ്അബ് റളിയല്ലാഹു അൻഹുവോട് പെരുമാറിയത്. മദീനത്തെത്തി വസ്ത്രം ധരിക്കാൻ ഇല്ലാത്ത ഘട്ടം വന്നപ്പോ ആടിന്റെ തോലണിഞ്ഞിട്ടാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് വന്നിരുന്നത്. നിങ്ങൾ ആലോചിച്ചു, നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മുഹാജിരീങ്ങളെ പോലെ കഷ്ടപ്പാട് സഹിച്ചവരാരാണ്? അപ്പൊ ഒരു പ്രയാസം അനുഭവിച്ച് ചെയ്ത കർമ്മം എന്ന നിലക്കാണെങ്കിൽ വലിയ പ്രതിഫലം കൊടുക്കേണ്ടത് ഹിജ്റക്കാണ്. പക്ഷേ ഹിജ്റ പോകുമ്പോഴും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്, നിങ്ങൾ നിയ്യത്ത് നന്നാക്കണം. ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി. നിങ്ങൾ നിയ്യത്ത് നന്നാക്കണം, എങ്കിലേ അതിന് കാര്യമായിട്ട് ഉദ്ദേശിച്ച ഫലം ലഭിക്കുകയുള്ളൂ. മാത്രമല്ല, ആ ഒരു ലക്ഷ്യത്തിന്റെ കൂടെ ഒരിക്കലും മറ്റൊന്ന് കരുതരുത് എന്നാണ് തൊട്ടു താഴെ പറഞ്ഞു കൊടുത്തത്. മദീനയിലെത്തിയിട്ട് എങ്ങനെയൊക്കെ കച്ചവടം ചെയ്ത് കൃഷി ചെയ്ത് ജീവിക്കാം എന്ന് ഈ പോക്കിന്റെ കൂടെ ഉദ്ദേശിച്ചുകൂടാ. അത് അവിടെ എത്തിയിട്ട് വേണമെങ്കിൽ ചിന്തിക്കാം. ഇപ്പൊ ഈ പോകുന്ന പോക്കിന്റെ കൂടെ എനിക്ക് അവിടെ എത്തിയിട്ട് ഇനി ഒരു ജീവിതം ആരംഭിക്കണം, ഒരു കല്യാണം കഴിക്കണം, അതിപ്പോ ഉദ്ദേശിക്കാൻ പറ്റൂല. അപ്പൊ എത്രത്തോളം വലിയ ഇഖ്ലാസാണ് ആ പഠിപ്പിച്ചത്. ഇത് മുഹാജിരീങ്ങൾക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസ് ഓതി കൊടുക്കുന്നത് എങ്കിൽ നമ്മളിപ്പോ കഷ്ടപ്പെട്ട്, ചിലര് പറയും ഞാനൊക്കെ ഹജ്ജിന് പോയെന്ന് ഭയങ്കര കഷ്ടപ്പാടുണ്ടെങ്കിലും നിയ്യത്ത് നന്നായെങ്കിലേ ഉദ്ദേശിച്ച കൂലി കിട്ടും. അതാണ് അവസാന ഭാഗത്ത് നമ്മൾ ഇന്ന് സൂറത്തുൽ ലൈലിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ. വസയുജന്നബുഹ, ആ നരകത്തിൽ നിന്ന് ദൂരെയാക്കപ്പെടും, വളരെ അകറ്റി നിർത്തപ്പെടും. അൽ അത്ഖാ, ഏറ്റവും വിശുദ്ധി കാണിച്ച് ജീവിച്ച മഹാമനുഷ്യനെ. ആരാണ് ആ മനുഷ്യനെന്ന് നമുക്ക് പറയാം.
അല്ലദീ യുഅ്തി മാലഹു യതസക്കാ, അദ്ദേഹത്തിന്റെ സ്വഭാവം സമ്പത്ത് അദ്ദേഹം നൽകും. യതസക്കാ, ആ സമ്പത്ത് നൽകുന്നതിൽ പരിശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട്, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന തസ്കിയത്ത് ഉദ്ദേശിച്ചുകൊണ്ട്. അങ്ങനെ ഒരു തഫ്സീറുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ ആ സമ്പത്ത് വളരണം, അതങ്ങനെ എന്നും പർവ്വതീകരിക്കണം, അതും ഉദ്ദേശിച്ചുകൊണ്ട്, നല്ല ലക്ഷ്യം വെച്ചുകൊണ്ട് സമ്പത്ത് ചെലവഴിച്ച മുത്തഖിയായ, ഏറ്റവും സൂക്ഷ്മത പാലിച്ച് ജീവിച്ച മനുഷ്യനെ നരകത്തിൽ നിന്ന് വളരെ ദൂരത്താക്കപ്പെടും, അകറ്റി നിർത്തപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നരകം തൊടൂല. അൽ അത്ഖാ എന്ന വാക്കിന് കൊടുത്ത തഫ്സീർ അൽ മുബാലിഗു ഫി ഇത്തിഖാഇൽ കുഫ്രി വൽ മആസി, വിശ്വാസരംഗത്ത് വൈകല്യം വരുന്നത് സൂക്ഷിച്ച്, കർമ്മരംഗത്ത് കുഴപ്പങ്ങൾ വരുന്നതും സൂക്ഷിച്ച് ശ്രദ്ധിച്ച് ജീവിച്ച മനുഷ്യൻ, അദ്ദേഹം നരകത്തിന്റെ ഒരു ചെറിയ ഒരു അടുത്തുപോലും എത്തൂല. പിന്നല്ലേ നരകത്തിൽ പ്രവേശിക്കൽ. നരകം തൊടാതെ സ്വർഗത്തിലെത്താനുള്ള കഴിവുണ്ടാകും. അതേ സമയത്ത് സഹോദരങ്ങളെ, വിശ്വാസരംഗത്ത് കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുറ്റകൃത്യങ്ങൾ ധാരാളം ഉണ്ട്. അമല് കൊണ്ടോ തൗബ കൊണ്ടോ പൊറുക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ആ കുറ്റങ്ങൾ പൊറുപ്പിക്കപ്പെടാൻ ഒരുപക്ഷേ നരകം തൊടേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നരകം തൊടുക എന്ന് പറഞ്ഞത് അത് പിന്നെ ഒരു വിജയമായിട്ട് കൂട്ടാനില്ല. പിന്നെ എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു വന്നേ പറയാനുള്ളൂ. വിശ്വാസരംഗത്ത് കുഴപ്പമൊന്നുമില്ല. വിശ്വാസരംഗത്ത് കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ എടുക്കാനില്ല. പക്ഷെ കർമ്മരംഗത്ത് ഒരുപാട് പോരായ്മകൾ. അതതിന്റെ തൊട്ടു താഴെ പറഞ്ഞത് അമ്മാമൻ ദൂനഹു മിമ്മൻ യത്തഖിൽ കുഫ്റ ദൂനൽ മആസി, കുഫറിനെ സൂക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ മഅസിയത്തൊന്നും, കുറ്റകൃത്യങ്ങളൊന്നും സൂക്ഷിച്ചിട്ടില്ല, അതൊക്കെ വന്നു ചേർന്നിട്ടുണ്ട്. അയാളെ ഇതുപോലെ അകറ്റി നിർത്തപ്പെടൂല എന്ന് പറഞ്ഞാൽ ചിലപ്പോ നരകം തൊടേണ്ടി വരും. അതുകൊണ്ടാണ് അതൊരു വിജയമായി കണക്കാക്കാത്തത്. നരകം തൊടാതെ സ്വർഗത്തിലെത്താനുള്ള വലിയ കഴിവ്, അതാണ് ഈ ദുനിയാവിൽ ജീവിച്ചതുകൊണ്ട് ആഖിറത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ വിജയം. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകം തൊട്ടിട്ടില്ല, നരകത്തിൽ നിന്ന് ദൂരെയാക്കപ്പെട്ടു, സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുകയും ചെയ്തു. ഫഖദ് ഫാസ, അയാൾ വിജയിച്ചു. നരകം തൊടാതെ സ്വർഗത്തിലെത്തണം എന്ന ഒരു ചോദ്യം ബഹുമാനപ്പെട്ട മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചപ്പോ നീണ്ട വിഷയങ്ങൾ പറഞ്ഞ് അവസാനം തങ്ങൾ പറഞ്ഞൊരു പോയിന്റ്, എന്നെ മേലെ പറഞ്ഞൊക്കെ ഒരു പക്ഷേ നമുക്ക് തോന്നും അത് കുഴപ്പമില്ല. ഈ ചോദ്യം ചോദിച്ചപ്പോ നബി തങ്ങൾ പറഞ്ഞു ലഖദ് സഅൽതൻ അംദിൽ അലീം, നരകം തൊടാതെ സ്വർഗത്തിലെത്താന്നുള്ള ചോദ്യം നിങ്ങൾ ചോദിച്ചത് ഒരു ഭയങ്കര ചോദ്യമാണ്, ചെറിയ ചോദ്യമൊന്നുമല്ല. വഇന്നഹു ലയസീറുൻ അലാ മാ യസ്റഹുല്ലാഹു അലൈഹി, അല്ലാഹു എളുപ്പം നൽകിയവർക്ക് ഇത് ചെറിയ കാര്യമാണ്, പക്ഷേ അല്ലാത്തവർക്ക് ഇത് വളരെ കടുപ്പുള്ള വിഷയമാണ്. എന്നിട്ട് പ്രധാനപ്പെട്ട ഈമാന്, നിസ്കാരം, ഹജ്ജ്, സക്കാത്ത്, ഇതൊക്കെ എങ്ങനെ എണ്ണി, നോമ്പൊക്കെ എങ്ങനെ എണ്ണി 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 പറഞ്ഞിട്ട് ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞിട്ട് തങ്ങൾ അവസാനം പറഞ്ഞു അലാ അദുല്ലുക അലാ മിലാക്കി ദാലിക കുല്ലിഹാ, ഞാൻ കുറെ നന്മയുടെ അധ്യായങ്ങൾ എണ്ണിയല്ലോ, അതിന്റെ എല്ലാം അടിസ്ഥാനം പറഞ്ഞു തരട്ടെ. പഴയ കാലത്ത് ഉസ്താദുമാർ അർത്ഥം വെക്കുമ്പോ മിലാക്കിന് നാരായ പേര് അർത്ഥം വെക്കും എന്ന് പറഞ്ഞാൽ ആ വേര് പറിച്ചാൽ പിന്നെ ഒന്നും മുളക്കൂല. ഏറ്റവും അടിയിലെ വേര്, ആ വേര് അവിടെ പൊട്ടിപ്പോയാൽ പിന്നെ മുള പൊന്താ സാധ്യത ഉണ്ട്. ഒരു മരത്തിന്റെ ഒരു നല്ലോണം അടിയിലേക്ക് തറന്നു പോകുന്നൊരു വേരുണ്ട്, അത് ശകല അവിടെ ഉണ്ട്, പൊട്ടിപ്പോയതാണെങ്കിൽ പിന്നെയും പതുക്കെ മുള പൊട്ടി വരും. അല്ല അത് അടക്കം പറിച്ചിട്ടുണ്ടോ എന്നാ പിന്നെ അതവിടെ ഉണ്ടാവില്ല, പിന്നെ വേറെ കുഴിച്ചിട്ടുണ്ട് വരും. അങ്ങനെയുള്ള ആ അർത്ഥം വെക്കലുണ്ട് സാധാരണ. ഈ അർത്ഥം ഞാനിങ്ങനെ പറയാൻ കാരണം ബഹുമാനപ്പെട്ട മർഹൂം TC ഉസ്താദ് അള്ളാഹു ദർജേറ്റി കൊടുത്തിട്ട്, ഉസ്താദ് ഇതേപോലത്തെ ഒരു പദം വന്നപ്പോ അതിനർത്ഥം വെച്ചപ്പോ ഇങ്ങനെ വെച്ചു,
നാരായ പേര്. അപ്പൊ ഞങ്ങൾക്കാർക്കും മനസ്സിലായില്ല എന്താ സംഗതി തീരണ്ടേ. മിഷ്കാത്തിൽ ഇങ്ങനെ ഒരു ഹദീസ് വന്നപ്പോ ഇങ്ങനെ മീലാക്ക് എന്ന പദം വന്നു. അപ്പൊ ഉസ്താദ് പറഞ്ഞു അതിന്റെ നാരായ പേര്. അപ്പൊ കുട്ടികൾ മനസ്സിലായെന്ന് വെച്ചപ്പോ എല്ലാരും പറഞ്ഞു ഉസ്താദെ മനസ്സിലായിട്ടില്ല, വേര് മനസ്സിലായി പക്ഷെ നാരായ പേര് മനസ്സിലായില്ല എന്നോ. വേരെല്ലാവർക്കും തിരിഞ്ഞു. അപ്പൊ ഉസ്താദ് വിശദീകരിച്ചു പഴയ കാലത്തിൽ അർത്ഥാണ് അങ്ങനെ വെക്കല്. അതിന്റെ വിഷയം എങ്ങനെയാണ്, ഒരു മരത്തിന്റെ ഏറ്റവും താനെ ഭൂമിയിലേക്ക് അടിയിലേക്ക് നേരെ പോകുന്നൊരു വേര്, ആ വേരടക്കം പിഴുതെടുക്കുകയാണെങ്കിൽ പിന്നെ ആ മരത്തിന്റെ ഒരു ശകലം ഉണ്ടാവില്ല. അല്ലാതെ കുറച്ച് പേരും പൊട്ടിച്ചതാണ്, കുറച്ച് പേരും കൂടി അവിടെ ഉണ്ട്, എന്നാ പിന്നെയും പൊട്ടി മുളച്ചു വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അടിസ്ഥാനം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയങ്ങളുടെ ഒക്കെ അടിസ്ഥാനം നിസ്കാരം, അതുപോലെ നോമ്പ്, ഹജ്ജ്, സ്വതക്ക, ഇങ്ങനെ ഒരുപാട് എണ്ണിയിട്ടുണ്ട്, ജിഹാദ്. ഇതിന്റെ ഒക്കെ അടിസ്ഥാനം പറയാം. എന്താ അടിസ്ഥാനം പറഞ്ഞു കൊടുക്കുന്നത്? അവിടെ വിഷയം അത് പാലിച്ചെങ്കിലാണ് നരകം തൊടാതെ സ്വർഗത്തിലെത്താൻ കഴിയുക. മുആദ് റളിയല്ലാഹു അൻഹു നോക്കുകയാണ് എന്താ ഈ അടിസ്ഥാനം പറയുന്നത്. തങ്ങൾ നേരെ നാവങ്ങോട്ട് നീട്ടിയിട്ട് പറഞ്ഞു കുഫ അലൈക ഹാദാ. അടിസ്ഥാനം ഇത് നിയന്ത്രിക്കണം. അതിലാണ് എല്ലാവരും സംഗതി. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു വിഷയം അതല്ലേ. ഇത് നിയന്ത്രിക്കണം എന്ന് പറഞ്ഞു. മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു നബിയെ വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലമു ബിഹി, ഞങ്ങൾ ഈ സംസാരിക്കുന്നതിനൊക്കെ ഞങ്ങളെ പിടികൂടപ്പെടുമോ, ശിക്ഷിക്കപ്പെടുമോ എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഹൽ യഖുബ്ബുന്നാസ ഫിന്നാരി ഇല്ലാ ഹസായിദു അൽസിനതിഹിം, നാവുകൾ കൊയ്തെടുക്കുന്നതല്ലാതെ ജനങ്ങളെ നരകത്തിൽ വീഴ്ത്തുന്നുണ്ടോ? ജനങ്ങളെ നരകത്തിൽ വീഴ്ത്തുന്നത് 95% നാവിന്റെ വിനകളാണ്. അതുകൊണ്ടാണ് നാവിന് കൊടുത്ത സുരക്ഷ പോലെ ഗുഹ്യസ്ഥാനത്തിന് പോലും അല്ല കൊടുത്തിട്ടില്ല. ഗുഹ്യസ്ഥാനൊക്കെ ഓപ്പണിംഗ് സിസ്റ്റത്തിലാണ്. നാവിന് എത്ര ബറ്റാലിയനാ കൊടുത്ത്? ആദ്യം ഒരു അടപ്പ്, ഇങ്ങനെ അണ്ണാക്കറ് അല്ലേ, പിന്നെ ചുറ്റുഭാഗത്തും കാവൽക്കാരായി പല്ലിനെ നിർത്തി, പല്ലിന്റെ ശേഷം മേലെ താഴെ 2 അടപ്പ് നിർത്തി, ചുണ്ട്. ഇതൊക്കെ വകഞ്ഞു മാറ്റിയിട്ട് വേണ്ടേ പുറത്തു വരാൻ? എന്തിനാ എങ്ങനെ വെച്ചത്? നല്ലോണം ശ്രദ്ധിച്ചു, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പുറത്തെടുത്താൽ മതി. അതിനാണ്. ഒരു സ്വർണം പൊതിയലെങ്ങനെ ആദ്യം ഒരു ചുവന്ന കടലാസിൽ, പിന്നെ ഒരു ചെറിയ പെട്ടിയിൽ, പിന്നെ അത് ഒന്നുകൂടി ഒരു വലിയ പെട്ടിയിൽ, പിന്നെ അങ്ങോട്ട് കൂട്ടും. ആ നിലക്കുള്ള ഒരു ഭദ്രത ഗുഹ്യസ്ഥാനത്തിൽ ഇപ്പൊ എത്ര മറകളുണ്ടോ? അത് 2 കാലിന്റെ ഇടയിലുള്ള ഒരു മറ എന്നേ ഉള്ളൂ. പക്ഷേ നാവിന് അല്ലാഹു തആല കൊടുത്ത സുരക്ഷാ വേലി ചെറുതല്ല. ഇതാണ് അവസാനമായി പറഞ്ഞത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, കർമ്മങ്ങളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിലും ആ കർമ്മങ്ങളുടെ സ്വീകാര്യതക്ക് വലിയ പണിയുണ്ട്. നരകം തൊടാതെ സുഖത്തിൽ കടക്കണമെന്ന് ചോദിച്ചപ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്മകളുടെ ഒരുപാട് വിഷയങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് അവസാനം പറഞ്ഞു കൊടുത്ത വിഷയമാണ്. അപ്പൊ ഈ കർമ്മങ്ങൾക്കൊക്കെ ഒരു ഫലം കുറിക്കുന്നത് നാവിലൂടെയാണ്. അത് പാകത്തിന് പുറത്തെടുത്താൽ ആളുകൾ രക്ഷപ്പെട്ടു. നോമ്പാകട്ടെ, ഏത് വിഷയമാകട്ടെ, ഹജ്ജിന് പോവുകയാണെങ്കിലും നിങ്ങൾ നോക്കി, എല്ലാ അമലിലും എണ്ണി പറഞ്ഞു. ഹജ്ജിന് പോകുന്ന ആളോട് കാര്യമായിട്ട് ശ്രദ്ധിക്കാൻ ഖുർആൻ പറഞ്ഞത് ഫമൻ ഫർള ഫീഹിന്നൽ ഹജ്ജ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല. നാവിന്റെ പണിയാ. ഹജ്ജിന് പോകുന്ന ആള്, ഹജ്ജ് നിർബന്ധമായി കഴിഞ്ഞ് ഹജ്ജിന് പുറപ്പെട്ട ആളാണെങ്കിൽ ഫലാ റഫസ, അയാൾ സംസർഗത്തിൽ ഏർപ്പെടാൻ പാടില്ല, ഭാര്യയായിട്ട് ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല. അതിനു ക്ഷണിച്ചു വരുത്തരുന്ന അവന്. വലാ ഫുസൂഖ, അയാൾ അനാവശ്യം പറയാൻ പാടില്ല. പെട്ടെന്ന് ഹീറ്റായി പോവും ആൾക്കാർക്ക്. സൗകര്യങ്ങൾ കുറഞ്ഞാൽ, ചപ്പാത്തി ഇട്ടാ വന്നാൽ അടച്ചോരെ. ഈ ചിലരൊക്കെ ഈ ഉംറ കൊണ്ടുപോകുമ്പോ നിങ്ങളെന്താ പോത്തേക്ക് പറഞ്ഞാൽ അതൊരു അതാപ, ദുന്യാവിലൊരു അതാപാന്ന്. ദുന്യാവില് ഒരു ചെറിയ അതാബ്, 2 അതാബും ഖുർആന് പറയണല്ലോ. ദൂനൽ അദാബിൽ അക്ബർ പറഞ്ഞത് വലിയ അതാബ്, ചെറിയ അതാബ്. കാരണം ചില ആളുകൾക്ക് ഓൽക്ക് ഉദ്ദേശിച്ചതുപോലെ ആയിട്ടില്ലെങ്കിൽ ഓലണ്ട് ഹീറ്റാവും. ഹറമും കണക്കന്നെ, മത്താഫും കണക്കാണ്, ഹിജ്ർ ഇസ്മായിലും കണക്കാണ്. ചിലപ്പോ നമ്മള് ഹജ്ജിന് അവിടെ എത്തുമ്പോ സമയത്ത് നമുക്ക് റൂം കിട്ടി,
ആര് 10-15 ആൾക്കാരുണ്ട്. ഹജ്ജിന് പോയതല്ലേ, അവിടെ പോയി എ സി റൂം കൂടാൻ പോയതല്ല. കഠിനാധ്വാനം എത്ര സൗകര്യം ഉണ്ടായാലും ഹജ്ജിന് അനുഭവിക്കേണ്ട ക്ഷീണം അനുഭവിക്കേണ്ടി വരും. അതിന് എത്ര സൗകര്യം കൊണ്ടുവന്നാലും അതുണ്ടാവും, ഉറപ്പാ. ഇപ്പോ പാലത്തിന്റെ മുകളിൽ നിന്നാണ് എറിയുന്നതെന്ന് പറഞ്ഞാലും അതിനും ഒരു കഷ്ടപ്പാട് അനുഭവിക്കേണ്ടിയുണ്ട്. അതിനുകൊണ്ട് ബുദ്ധിമുട്ട്. ഇതിനാ ബുദ്ധിമുട്ടില്ലാത്തത്. എല്ലാറ്റിനും ഓരോന്നിനും ഓരോ പരീക്ഷണമുണ്ട്. അപ്പൊ ഒരു ചെറിയ ഒരു 4-5 റൂമുള്ള ഒരു ബിൽഡിംഗ് ആണ് നമ്മളെ നാട്ടിൽ നിന്ന് പോയ ഒരു 10-25 ആൾക്കാർ കിട്ടിയത്. അങ്ങനെ കിട്ടിയ പോലെ അതിൽ ഓരോരുത്തർക്കും ഓരോ ബെഡൊക്കെ ഉണ്ട്, കട്ടിലൊക്കെ ഉണ്ട്. ഇങ്ങനെ അപ്പുറത്തൊരു ചെറിയ കിച്ചണും ഉണ്ട്. 2 ബാത്റൂമാണ്. ഈ 2 ബാത്റൂം ഇവര് ഇത് 10-30 ദിവസം അവിടെ കഴിയണല്ലോ. 10 കുറച്ച് ദിവസം മദീനത്തും. ഇത് 2-3 ദിവസം കഴിഞ്ഞപ്പോ ഇത് നിറഞ്ഞു. 2 ബാത്റൂമും നിറഞ്ഞു. ആരാ പറയാതിരിക്ക? സഹോദരങ്ങളെ, ആരാ പറയാതിരിക്ക? അവിടെ ആരെല്ലാം പറയും? നമ്മളെ കൊണ്ടുപോയ ആൾക്കാരെ പറയോന്നോ? അവരൊക്കെ കിട്ടിയ ഒന്ന് കൊടുക്കും, പരട്ടിക്കുന്നു. ഇത് ഈ വിഷയത്തിൽ ഇവരെ അപേക്ഷിച്ചോളി എന്ന് പറഞ്ഞ നാളെ അയാളോട് കയറണം. ആ ചങ്ങായി പറഞ്ഞാൽ ഞാൻ അതിൽ കൊടുത്ത് മറ്റേല് കൊടുത്താൽ നിന്നാ കുഴപ്പമില്ല. അങ്ങനെ തുടങ്ങി ആ ഒരൊറ്റ കേസ് കൊണ്ട് മൊത്തം പോയി. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. വലാ ജിദാല, തർക്കിക്കാൻ പാടില്ല. ഒരു മുസല്ലക്ക് വേണ്ടി നമ്മളെ ആൾക്കാർ കടയിൽ കയറി എത്ര തർക്കിക്കാര്യങ്ങൾ. മുസല്ല കൊണ്ട് ഹജ്ജിന് വരികയല്ലേ, ഒരു മുസല്ല കൊണ്ടുവരാൻ വേണ്ടിട്ട് ആരോ പറഞ്ഞു കിട്ടുകളെ, അല്ലെങ്കിൽ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് കേറിയതാ ഷോപ്പിങ്ങിന്. മുസല്ലക്ക് എത്രയെന്ന് വെച്ചപ്പോ ആ കടക്കാരൻ പറഞ്ഞു 20 റിയാൽ, 20 റിയാൽ. അപ്പൊ നമ്മളാളിങ്ങനെ കണക്കൂട്ടാൻ തുടങ്ങി. 1 റിയാൽ നമ്മളെ നാട്ടിൽ ഇത്രേ 2 കണക്കൂട്ടി നോക്കുമ്പോ പിന്നെ കണക്കിലത് അധികമാണ്. ഉടനെ മറ്റൊന്നെ ചീത്തറി. അത്ര തരാൻ പറ്റൂല, 5 റിയാൽ തരാം. ഓൻ വിചാരിച്ച് ഇത് ഈ പുതപ്പോ കൊണ്ടുവരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, പോലെ തർക്കിച്ചാതോ കിട്ടുന്ന മനസ്സിലാക്കിയത്. അങ്ങനെ തർക്കിച്ച് ഓനയിൽ തെറ്റിയിട്ട് ഓൻ അവസാന കടയിൽ നിന്നിട്ട് ഇതിപ്പോ ഹജ്ജിന് പോയതാ. കാരക്ക വാങ്ങാൻ കയറിയെടുത്ത് അവിടെയും തർക്കിച്ചു. അങ്ങനൊക്കെ കൂട്ടി നോക്കിയാൽ പിന്നെ എന്താ അതുണ്ടാകുക? അതാണ് അത് എടുത്തു പറയാൻ കാരണം. നോമ്പിലും അങ്ങനെയാണല്ലോ എടുത്തു പറഞ്ഞത്. ഇദാ കാന സൂമു യൗമി അഹദിക്കും, നിങ്ങളിൽ ഒരാൾ നോമ്പിന്റെ ദിവസമായാൽ ഫലാ യർഫുസ് വലാ യസ്ഖബ്, പ്രത്യേകം എണ്ണി പറഞ്ഞതാണ്. വലാ യജ്ഹൽ, വിവരക്കേട് പറയരുത്. ആവശ്യമില്ലാത്തത് ശബ്ദിക്കരുത്, അനാവശ്യം പറയരുത്. അഥവാ ആരെങ്കിലൊക്കെ ചീത്ത വിളിച്ചാൽ വളരെ ക്ഷമിക്കണം. നിന്റെ മനസ്സിനോട് നീ പറയണം. മറ്റുള്ളവർ പറഞ്ഞിട്ട് കേട്ടിട്ട് എന്തെങ്കിലും കിബ്രോ റിയാ വരില്ലെങ്കിൽ മനസ്സിൽ ആത്മഗതം ചെയ്യണം. നീ സ്വായിമുൻ, നോമ്പുകാരനല്ലേ, അതുകൊണ്ട് നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് ശവ്വാലൊക്കെ കഴിഞ്ഞാകട്ടെ ക്ഷമിക്കും. അപ്പൊ ക്ഷമിച്ചാ പിന്നെ ക്ഷമ കിട്ടും. അതിനാണത്. അല്ല നോമ്പ് കാലത്ത് മാത്രം ക്ഷമിച്ച് പെരുന്നാളാകുമ്പോ ഒറ്റ ഓപ്പൺ ചെയ്യാൻ അതിനല്ല. പെരുന്നാൾ അങ്ങനെ നോമ്പിനെങ്ങനെ നിയന്ത്രിച്ചോ അത് തുടർന്ന് കിട്ടും. അതിനങ്ങനെ പറഞ്ഞു. നോമ്പുകാർ റമളാൻ കഴിഞ്ഞിട്ട് ശവ്വാൽ 1 തന്നെ തുറക്കാം. ഹലാലാണെന്ന് എപ്പോഴും തുറക്കാലോ. ഹലാലാണെങ്കിൽ എപ്പോഴും പറയാലോ. നീ അങ്ങനെ പറയണ്ട, നീ ഒന്ന് ക്ഷമിച്ചോ, അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമാക്കട്ടെ. ആ വൈകുന്നേര സമയത്തൊക്കെ കിട്ടണമെങ്കിൽ നല്ല ചുട്ട മറുപടി കാരണം കൊടുക്കാം. അങ്ങനല്ലേ? ചിലപ്പോ നമ്മളിപ്പോ വൈകുന്നേരം ഇപ്പൊ പൊരേ തന്നെ ഉണ്ടാവും. അങ്ങനെ ഒരു 5-5:30 ഇയാള് ഏകദേശം ഇനി ഒരു കട്ടിൽമേൽ 2 വട്ടം ഇങ്ങനെ കടന്ന് നോമ്പൊക്കെ തുറക്കാതെ ഇങ്ങനെ ചെന്നപ്പോ ഒരു 5:30-6 മണിക്ക് അയക്കണം. അപ്പൊ പൊരക്കാരത്തി പറഞ്ഞു, പിന്നെ സംഗതി മറന്നുപോയി. എപ്പോഴും നമ്മളെ വീട്ടുകാര് സാധനം പറഞ്ഞാൽ പൊരയിലെത്തിയൊരു സാധനം ബാക്കി ഉണ്ടാവില്ലേ? അത് നമ്മക്കുള്ളൊരു പരീക്ഷണമാണ്. നമ്മളൊന്നും കരുതണ്ടേ, അങ്ങനെ ഉണ്ടാവും. എല്ലാം ഓർമ്മിച്ചെടുക്കാൻ കഴിയോ? ഒക്കെ അതുകൊണ്ട് അത് വേറെയുണ്ട്. പറഞ്ഞൊക്കെ വാങ്ങൂല, അല്ലെങ്കിൽ ഏതെങ്കിലും അത് നാളെ വാങ്ങാന്നറിയും. ഇനി അവിടെ എത്തിയപ്പോ ഒരു സംഗതി അതില്ലെങ്കിൽ പോയി നോമ്പൊന്നും ഈ ഭക്ഷണമൊന്നും കഴിക്കാൻ കഴിയില്ല. അപ്പൊ എന്താന്ന് വെച്ചു, ഉപ്പില്ലാറും. ഉപ്പില്ലേ കറി വിട്ടാ സുഖം ഉണ്ടാവും. ആകെ പ്രശ്നല്ലേ? അപ്പോഴേക്ക് ഹാലളക അങ്ങനെ വരും നമുക്കിങ്ങനെ. കാരണം നോമ്പ് തലേ കയറാന്ന് പറഞ്ഞ അവസ്ഥയാണ്. ഇനിയിപ്പോ ആകെ ഒരു 3/4 മണിക്കൂറുണ്ട്. അതെങ്ങനെങ്കിലും ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ചൊക്കെ ദിക്റൊക്കെ ചൊല്ലിയിട്ട് ബാങ്ക് കൊടുത്താൽ തുറക്കാൻ പറ്റി. നല്ല ക്ഷീണമുണ്ട്. ആ ക്ഷീണത്തിന്റെ സമയത്ത് നിയന്ത്രിക്കണം. അതാണ് ഇഖ്ലാസ്.
ബഹുമാനപ്പെട്ട അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ ഒരു ശത്രുവിനെ കിട്ടിയപ്പോ ആ ശത്രുവിനെ അലി റളിയല്ലാഹു അൻഹു ഒന്ന് തടഞ്ഞപ്പോഴേക്ക് കുടഞ്ഞു വീണുപോയി. അലി റളിയല്ലാഹു അൻഹു വകവരുത്താൻ സുഖല്ലേ, ഒന്ന് തട്ടിയപ്പോഴേക്ക് അയാൾ വീണ് കിടക്കുന്ന ഇയാൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ഒരൊറ്റ തുപ്പിയപ്പോ അലി റളിയല്ലാഹു അൻഹു ഒന്നും ചെയ്യാതെ വിട്ടു. അപ്പൊ കണ്ടവര് ചോദിച്ചു, ഇതെന്താ പരിപാടി? അതെ, ഞാനെങ്ങാനും എനിക്കെല്ലാ നിലക്കും കഴിവ് കിട്ടിയിട്ട് അയാൾ തുപ്പിന്റെ ശേഷം വെട്ടിയാൽ എന്ത് വ്യാഖ്യാനിക്കപ്പെടും? തുപ്പിയ ഈറ കൊണ്ടാണത്. അത് പറ്റൂല. ആ വക വരുത്താണെങ്കിൽ അത് ഖാലിസല്ലി വജ്ഹില്ല, അല്ലാഹു തആലാന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രമാകണം. ഇതിനിങ്ങനെ ഒരു വിഷയം വായിക്കാലോ, ആളുകാർ പറയല്ലോ തുപ്പിയപ്പോ ഈറ ഒടുങ്ങിട്ടാ വെട്ടിയത്, അങ്ങനെ ആകരുതെന്ന് കരുതിയിട്ട് ഞാൻ വിട്ടതാണ്. കഴിയാത്തത് കൊണ്ടോ കീപ്പെട്ട് കിട്ടാത്തത് കൊണ്ടോ അല്ല. അവര് ഇഖ്ലാസ് അങ്ങനെ. നാളുകൾ അങ്ങനല്ല. ഒന്ന് പറയാൻ കിട്ടിയ ഒരാളെ ചാൻസ് കിട്ടിയിട്ട് അയാൾ ഒന്നും ഇങ്ങോട്ട് പറയില്ലെങ്കിൽ രണ്ടെണ്ണം കൂടി അങ്ങോട്ട് പറയാൻ ആൾക്കാർ കരുത്. അയാൾ ഒന്നും പറയില്ലല്ലോ, ഒന്നും പറയണ്ടെന്നല്ല, അയാൾ കുറച്ച് ഞാൻ പറഞ്ഞോളൂ, ഇപ്പൊ നമ്മൾ പറയാനുള്ളതൊക്കെ പറയാൻ പറയും. അപ്പോ കയർത്ത് സംസാരിക്കുന്ന ഒരാളോട് ചില അങ്ങനെ സംസാരിക്കും, തിരിച്ച് കയർക്കാതെ പ്രതികരിക്കുകയാണെങ്കിൽ അയാളെ കീഴ്പ്പെടുത്താൻ വലിയ കഴിവുണ്ടാവും. ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പള്ളിയിലിരുന്ന് ഖുർആൻ ഓതാ. അപ്പൊ ഒരാൾ വന്നു, എന്തൊക്കെയാ വിളിക്കണമെന്ന് അറിയാം. നമ്മൾ ഒരു വിളി കേട്ടാൽ തന്നെ അപ്പോൾ പിന്നാലെ അടിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് തന്നെ വിളിക്കണത് ദജ്ജാലേന്നാ. ആരെ? ഇമാമുല്ലാദം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ. പിന്നെന്തൊക്കെയോ വിളിക്കുന്നു. അങ്ങനെ മഹാനവറുകൾ പള്ളിയിലെ അമലൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഒന്നും മിണ്ടില്ല. പുറത്തിറങ്ങിയപ്പോ ഇയാളും പുറത്തിറങ്ങി, കൂടെ അങ്ങനെ പോകാൻ. അങ്ങനെ കുറെ എത്തിയപ്പോ പ്രതികരണമൊന്നുമില്ലല്ലോ. അയാൾ അങ്ങനെ പറഞ്ഞ് ചടക്കുണ്ട്, പറയണുണ്ട്. കുറച്ചെത്തി അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറാൻ നോക്കുന്ന നേരത്ത് ഇയാൾ അവിടെ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ ഒരു 10 മിനിറ്റ് കൂടി നിന്നേരാം. നിങ്ങൾ പറഞ്ഞോളൂ. പിന്നെ പുറേ കയറിയാ പിന്നെ നടക്കൂലല്ലോ, വീട്ടിൽ കയറിയാൽ പിന്നെ ഈ പരിപാടി നടക്കൂലല്ലോ. അതിലാൾ തോറ്റു. കാരണം ഇത്ര നേരം പിന്നാലെ കൂടിയിട്ട് ഒരു കാരണവുമില്ല. നമ്മളൊക്കെ ഒരു പക്ഷേ കാരണം ഉണ്ടായാലും പ്രതികരിക്കും. ഒരു കാരണവുമില്ല. സൂക്ഷ്മതയുള്ള തവാളുള്ള അങ്ങേയറ്റം സൂക്ഷ്മതയുള്ള അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ പിന്നാലെ കൂടി പറഞ്ഞിട്ടും അതാണ് നിയന്ത്രണത്തിന്റെ കഴിവ്. എന്തൊരു നിയന്ത്രണം നോക്ക് നിങ്ങൾ. ആ മനുഷ്യനെ ഒറ്റയടിക്ക് മാറ്റി അയാൾ മാറി. എങ്ങനെ മാറാതിരിക്കും? കാരണം ഇത്ര നേരം പറഞ്ഞിട്ട് പോലും ഇനിയും വേണേ കുറച്ചേരം കൂടി പറഞ്ഞോളി, പൊരേക്ക് കയറേണ്ടിയുണ്ട്, നിങ്ങൾക്ക് വേണേ കുറച്ചേരം ഇവിടെ നിന്നേരാന്ന് പറഞ്ഞപ്പോ പടച്ചോനെ, ഞാൻ പള്ളി തൊട്ട് ഇതുവരെ പറഞ്ഞതൊക്കെ ബാത്തിലായിപ്പോയല്ലോ. ഞാനിപ്പോ ഈ മഹാമനീഷിയാണല്ലോ പറഞ്ഞത്. അപ്പൊ സഹോദരങ്ങളെ, നിയന്ത്രിക്കാനുള്ള നല്ല കഴിവുണ്ടെങ്കിലേ നമ്മുടെ കർമ്മങ്ങൾക്കൊക്കെ നല്ല ഫലം ഉണ്ടാകുള്ളൂ. അള്ളാഹു ഫലം ഏറ്റിത്തരട്ടെ. അതിന് കഴിവിന്റെ പരമാവധി നിയന്ത്രിക്കണം. നിസ്കാരമാണ്, ഹജ്ജാണെങ്കിലും സക്കാത്ത് ആണെങ്കിലും ഒക്കെ എല്ലാ വിഷയത്തിലും അത് ബാധകമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് നരകത്തിൽ കടക്കാതെ സ്വർഗത്തിൽ കടക്ക എന്നുള്ള വിഷയം പറഞ്ഞിടത്ത് കൂട്ടത്തിൽ ഞാൻ ഒന്ന് ഹദീസ് ഓർമ്മിപ്പിച്ചതാണ്. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുതി മാലഹു യതസക്കാ. ആ നരകത്തിൽ നിന്ന് വളരെ ദൂരെയാക്കപ്പെടും അൽ അത്ഖാ, ഏറ്റവും വിശുദ്ധി പാലിക്കുന്ന തഖ്വ പാലിക്കുന്ന ആളെ. അല്ലദീ യുതി മാലഹു യതസക്കാ, സമ്പത്ത് ചെലവഴിക്കുന്നു. യതസക്കാ, അത് വളരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട്. അവിടെ ഒരു കാര്യം പറയട്ടെ, ചെലവാക്കുന്ന സമ്പത്ത് അല്ലാഹു തആല അതിങ്ങനെ വളർത്തും. അങ്ങനെയാണ് ഖുർആൻ പറഞ്ഞത്. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബലത്തിൻ മിയതു ഹബ്ബ. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുന്ന സമ്പത്തിന്റെ ഉദാഹരണം അത് കമസലി ഹബ്ബത്തിൻ, ഒരു 100 ധാന്യം പോലെ. ആ 100 ധാന്യങ്ങൾ 57 സനാബിൽ 7 കോമ്പലകളെ മുളപ്പിച്ചു. 7 കോമ്പലകളായി. ഫീ കുല്ലി സുംബുലത്തിൻ മിയതു ഹബ്ബ, ഓരോന്നിലും 100 എണ്ണമുണ്ട്. അപ്പൊ എത്രയായി? 700.
7 കോമ്പലകൾ ഇങ്ങനെ തൂങ്ങി നിൽക്കാം. 7 ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നത്, ഓരോന്നിലും 100 ധാന്യങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹു അവിടെ നിർത്തിയില്ല. ഒരു സ്വതക്കന്റെ പർവ്വതീകരണം പറഞ്ഞപ്പോ അത് 700 മടങ്ങായിട്ട് വർദ്ധിക്കും. വല്ലാഹു യുളായിഫു ലിമൻ യശാ. അതാരാ? വല്ലാഹു യുളായിഫു ലിമൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് 700 കണക്കാക്കാൻ പറ്റൂല, 7000 എന്ന് കണക്കാക്കാൻ പറ്റൂല, 7 ലക്ഷം എന്ന് കണക്കാക്കാൻ പറ്റൂല, 7 കോടി എന്ന് കണക്കാക്കാൻ പറ്റൂല. വല്ലാഹു യുളായിഫു ലിമൻ യശാ. അത് ഇഖ്ലാസിന്റെ തോതനുസരിച്ചാണ്. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് ഏറ്റി തരട്ടെ. ഇഖ്ലാസിന്റെ തോതനുസരിച്ച് അങ്ങനെ കൂട്ടുമ്പോ ഈ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചു, അല്ലാഹു തആലാന്റെ പ്രീതി ഉദ്ദേശിച്ച് മാത്രം ചെലവഴിച്ചു എന്നതിൽ എത്ര കട്ടിയും കനവും ആ ഇഖ്ലാസിൽ വന്നിട്ടുണ്ട്, അതിനനുസരിച്ചാണ് വർധന. അങ്ങനെ ജീവിതകാലത്ത് ഈ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തു എന്ന നിലക്ക്, അള്ളാഹു എന്നിൽ നിന്ന് സ്വീകരിക്കണം എന്ന നിലക്ക് സൂക്ഷിക്കേണ്ട ഭാഗങ്ങളൊക്കെ സൂക്ഷിച്ചാണ് അയാളാ കൊടുത്തത്. വേറെ ഒന്നും ഉദ്ദേശിച്ചല്ല. എന്നതിന്റെ അർത്ഥം എന്താ? പ്രത്യുപകാരം ഉദ്ദേശമില്ല. ഒന്ന്, സൽപ്പേര് ഉദ്ദേശമില്ല. ജനങ്ങള് പ്രശംസിക്കണം എന്നുള്ള ഉദ്ദേശമല്ല. എന്നെ കാണുമ്പോ ആളുകൾ ഇങ്ങനെ കൊടുത്തതിന്റെ പേരിൽ ഒന്ന് ബഹുമാനിക്കണം എന്ന ഉദ്ദേശമല്ല. ഞാൻ കൊടുത്തത് കൊണ്ട് അവരെനിക്ക് കീഴ്പ്പെട്ടു തരണം എന്നൊന്നും ഉദ്ദേശമില്ല. അത് ഈ ആയത്തിന്റെ തഫ്സീറിൽ ബഹുമാനപ്പെട്ട ഇമാം അബൂ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള മഹാന്മാർ വിശദീകരിക്കുന്നു. അതുകൊണ്ടാണ് അല്ലദീ യുഅ്തി മാലഹു യതസക്കാ, കൊടുക്കുന്ന സക്കാത്ത് വളരും, കൊടുക്കുന്ന സക്കാത്ത് വർദ്ധിക്കുന്നതാണ്. ഖുർആൻ അങ്ങനെ പറയുന്നുണ്ട്, വമാ ആതൈതും മിൻ സക്കാത്തിൻ തുരീദൂന വജ്ഹല്ലാഹ്. അവിടെ അത് പറഞ്ഞു, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച്. എല്ലായിടത്തും ആ ഒരു കണ്ടീഷൻ ഉണ്ട്. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് ഏറ്റി തരട്ടെ. അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിച്ച് നിങ്ങൾ നൽകുന്ന സക്കാത്ത് ഫൗലായിക ഹുമുൽ മുദ്ഇഫൂൻ, അവർ വർധനവ് ലഭിക്കുന്നവരാണ്. ആ വർധനവിന്റെ ചെറിയ വിഷയ പറഞ്ഞത്, ഒരു സ്വതക്ക 700 മടങ്ങായി വർദ്ധിക്കും. അതിൽ അത്ര ഒതുക്കാൻ പറ്റൂല, അത് പിന്നെയും പിന്നെയും വർദ്ധിക്കും. അപ്പോ ഇഖ്ലാസിന്റെ കട്ടയായ തനിച്ച ഇഖ്ലാസുള്ള ആലിമീങ്ങൾ, സ്വാലിഹീങ്ങൾ, മഹാന്മാര് കൊടുത്തതൊക്കെ നിങ്ങൾ നോക്ക്, എത്ര വർദ്ധിക്കും. അത് പ്രശ്നമൊന്നുമില്ല, ഒക്കെ പറ്റും. അതൊക്കെ അതിന്റെ സ്വീകാര്യതക്കുള്ള ഒരു സബബാണ്. ദ്വാരക്കലും അതുപോലെ തന്നെ അതുകൊണ്ടുള്ള മുറാദ് ഹാസിലാകാൻ വേണ്ടി, അതൊന്നും പ്രശ്നമല്ല. കൊടുക്കുന്നിടത്തുള്ള നമ്മളെ ഇഖ്ലാസ്. അതുകൊണ്ട് വിഷയം തന്നെ മാറുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇഖ്ലാസ് കൊണ്ട് കിട്ടിയ സ്വതക്ക കിട്ടിയ പെണ്ണിന്റെ വിധി വരെ മാറ്റപ്പെട്ടു പോയില്ലേ. ഒരു പെണ്ണ് ആയിഷ ബീവിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊടുക്കും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് നബിയോട്, നബിയെ ആ പെണ്ണിനോട് സംസാരം കൂടുതൽ നീട്ടണ്ട എന്ന് ആയിഷ ബീവിനോട് പറയണം. കാരണം ആ പെണ്ണ് അത്ര പോരാ, പെണ്ണിന്റെ പോക്ക് ഇപ്പൊ നരകത്തിലേക്കുള്ള പോക്കാണ്. അപ്പൊ സംസാരം ചുരുക്കാൻ പറഞ്ഞു, കൂടുതൽ നീട്ടേണ്ട ആവശ്യത്തിന് പറഞ്ഞാൽ. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ സംസാരം ചുരുക്കാൻ പറഞ്ഞപ്പോ ചുരുക്കി. ആയിഷ ബീവിന്റെ പതിവാണ് ആര് വന്നാ പോകുമ്പോൾ എന്തെങ്കിലും കൊടുക്കാന്നുള്ളത്. ഒരു 2 ചുള കാരൊക്കെ കൊടുത്തു, അതേ ഉള്ളു കൊടുക്കാനാണ് കൊടുത്തു. അങ്ങനെ ഈ പെണ്ണ് അങ്ങനെ പോയി, ആ 2 ചുള കയ്യിൽ ഇങ്ങനെ പിടിച്ചങ്ങനെ പോയി. ഒരു സാധുവായ മനുഷ്യനെ കണ്ടപ്പോ 2 അയാൾ കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് പറഞ്ഞു, ഇനി സംസാരിക്കണമെങ്കിൽ ആ പെണ്ണിനെ തിരിച്ചു വിളിക്കാം, ആ പെണ്ണ് സ്വർഗക്കാരിയായിട്ടുണ്ട്. അതെവിടെ എന്റെ വിഷയം എന്ന് പറയുന്നത്, നിങ്ങൾ കൊടുത്തേടത്തുള്ള കൊടുത്തത് നല്ല ഇഖ്ലാസിന്റെ കൊടുതിയായപ്പോ ഹുക്മ് നിങ്ങൾ നോക്ക്, നേരത്തെ വിധി എഴുതപ്പെട്ട് നരകത്തിലേക്ക് പോകുന്ന ആളായി മാറിയ ആ പെണ്ണ് ഇപ്പൊ സ്വർഗക്കാരിയായി മാറിയത് ആയിഷ റളിയല്ലാഹു അൻഹ കൊടുത്ത കൊടുതി നല്ല ഇഖ്ലാസിന്റെ കൊടുതി. അപ്പൊ കിട്ടിയ പെണ്ണിനും ഇഖ്ലാസ് കൂടി, ആ പെണ്ണത് കൊടുത്തു. അങ്ങനെയാ ഇഖ്ലാസോടുകൂടെ കൊടുക്കുന്ന ധർമ്മങ്ങൾ ഇഖ്ലാസോടുകൂടെ കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതാണ് സാധാരണ നമ്മൾ പറയാറുള്ളത്, ഈ ഭിക്ഷ നടത്തുന്ന ആൾക്കാരില്ലേ, ഓൽക്ക് കിട്ടുന്നതൊക്കെ ഹലാലായിരിക്കും അത്. കാരണം അത് നല്ലോണം ഇഖ്ലാസുള്ളൂ, അല്ലാതെ കൊടുക്കൂല. ഇങ്ങനെ
അർഹതയുള്ള യാചകന്മാർ വന്നത് ചോദിക്കുമ്പോ കൊടുക്കണ ചിലര് കൊടുക്കൂല. കാരണം ഓല് പറയും അയായി കൊടുക്കണ്ട കേട്ടോ, ആ കോലം നോക്കണ്ട, കിട്ടിയാൽ അതേറ്റ് മറ്റോടത്ത് പോകും. അതിനൊന്നും സാധിക്കാത്ത സാധുവാണെങ്കിലും അങ്ങനെ ഒരു ജൽപ്പനം വരും മനസ്സിൽ, കൊടുക്കണ്ടെന്ന് തോന്നും. അപ്പൊ കുറച്ചൊക്കെ നല്ലോണം ഒരു ഇതൊക്കെ ഉള്ള താല്പര്യമുള്ള ആള് കൊടുക്കണം. ആ കൊടുക്കുന്നിടത്തുള്ള ഇഖ്ലാസ് എത്രയാണോ അതിനനുസരിച്ചാണ് അതിന്റെ വളർച്ച, അതിന്റെ ഉയർച്ച. അതുകൊണ്ടാണ് ഒരു സ്വാ ഒന്നും കൊടുക്കാൻ കഴിവില്ലാഞ്ഞിട്ട് ഒരു മുദ്ദും ഒരു സ്വാക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ധർമ്മം ചെയ്ത സ്വഹാബത്തിനെ കളിയാക്കി മുനാഫിക്കുകൾ. അപ്പൊ അതിനെതിരെ അല്ലാഹു ആയത്തിറക്കി, അല്ലദീന യൽമിസൂനൽ മുത്തവ്വിഈന ഫിസ്സദഖാതി വല്ലദീന ലാ യജിദൂന ഇല്ലാ ജുഹദഹും ഫയസ്ഖറൂന മിൻഹും സഖിറല്ലാഹു മിൻഹും. ധാരാളം കൊണ്ടുവന്ന് കൊടുത്തവരുണ്ട്, ഓലും കളിയാക്കി. മുനാഫിക്കീങ്ങൾ ഏതായാലും കൊടുക്കൂലല്ലോ. അപ്പൊ സമ്പന്നന്മാരൊക്കെ 20, 25, 30 സ്വായൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. സ്വതക്ക ആവശ്യമുള്ള ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നബി തങ്ങൾ ചോദിച്ചതാണ്. അപ്പൊ മുനാഫിക്കുകൾ പറഞ്ഞു, ഇത് കുറച്ച് ഏറായി പോയി, കൊടുത്ത് എത്ര കൊടുക്കണ്ടില്ലേന്നു, അത് കുറച്ച് ഏറായി എന്നാണ് അങ്ങനെ കളിയാക്കി. തീരല്ലാത്തോലെ ഒരു മുദ്ദും ഒരു സ്വായൊക്കെ കൊണ്ടുവന്നപ്പോ പറഞ്ഞു, ഇന്നല്ലാഹ ലഗനിയ്യുൻ അൻ ഹാദാ, ഇയാളെ ഈ ഒരു മുദ്ദും ഒരു സ്വാം കിട്ടിയിട്ട് വേണം. അപ്പൊ അല്ലാഹു തആലക്ക് ഇത് പറ്റ ചുരുങ്ങും ചെയ്തു. രണ്ടു കൂട്ടരെയും കളിയാക്കി. ഏറെ കൊടുത്തവരെയും കളിയാക്കി, കുറച്ചു കൊടുത്തവരെയും കളിയാക്കി. പക്ഷെ കൊടുത്ത സ്വഹാബിമാര് നല്ല ഇഖ്ലാസോടെ കൊടുത്തത് കൊണ്ട് ആ പരിഹസിച്ചതിനെ അല്ലാഹു തആല എതിർത്തിട്ട് അല്ലാഹു പറഞ്ഞു, സഖിറല്ലാഹു മിൻഹും, അവരാ പരിഹസിച്ചതിന് തിക്ത ഫലം അല്ലാഹു കൊടുക്കും. കാരണം കൊടുത്ത ആൾക്കാർ ഇല്ലാഞ്ഞിട്ടും ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പൊ എത്ര ഇഖ്ലാസിന്റെ കൊടുതിയാണത്. അത് കുറച്ചാണെങ്കിലും അതിനെ കളിയാക്കാൻ പാടില്ല, ഏറെ കൊടുത്താലും കളിയാക്കാൻ പാടില്ല. കൊടുതി ഇഖ്ലാസോടുള്ള കൊടുതിയായതുകൊണ്ട്. അത്ര തോന്നുന്നു കൊടുക്കണ്ടില്ലേന്നു നല്ലോണം കൊടുത്തവരെ പറ്റി, കുറച്ച് കൊടുത്ത ആളെ പറ്റി ഇതൊക്കെ കിട്ടിയിട്ട് ബന്ധാകാനാ, കുറച്ച് തോനെ കൊടുക്കണ്ടേന്ന് അവരെ പറ്റി. പക്ഷെ കൊടുത്തത് സ്വഹാബിമാരാണ്, നല്ല ഇഖ്ലാസുള്ള കൊടുതിയാണ് അവർ കൊടുത്തത്. ആ പരിഹസിച്ചപ്പോ അല്ലാഹു തആല പറഞ്ഞു, തിരിച്ച് പരിഹാസത്തിന് പ്രതിഫലം ഉണ്ടാകും, ശിക്ഷ ഉണ്ടാകും. കാരണം ഇഖ്ലാസോടെ കൊടുത്ത അവരെ കളിയാക്കാൻ പാടില്ല. ഒരു സംഗതി കൊടുത്താൽ ഇവിടെ ഇപ്പൊ സമ്പത്ത് കൊടുത്ത ആളെങ്ങനെ കൊടുത്തു, അള്ളാഹുവിന്റെ അടുക്കൽ അത് വളരണം. അള്ളാഹുവിന്റെ അടുക്കൽ അത് അങ്ങനെ വികസിക്കണം, വളരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്തു. മറ്റൊരാള് കാണണമെന്നോ പ്രസിദ്ധിയോ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതൊരു ഇഖ്ലാസാണ്, ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. അയാൾ അങ്ങനെ കൊടുത്തു. ആ കൊടുത്ത മുത്തഖിയായ മനുഷ്യൻ അദ്ദേഹത്തെ നരകത്തിൽ നിന്ന് ദൂരെയാക്കപ്പെടും. എന്നിട്ട് അല്ലാഹു പറയാണ്, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ. രണ്ടാമത്തെ വിഷയം, ഒന്ന് മുത്തഖിയായ അല്ലാഹുവിന്റെ അടുക്കൽ നല്ല മാർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, നല്ല വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് സമ്പത്ത് കൊടുക്കുന്ന ആള് നരകത്തിൽ നിന്ന് ദൂരെയാക്കപ്പെടും. നരകത്തിലെ ആള് പ്രവേശിക്കുകയോ നരകം തൊടുകയോ ഒന്നും ഉണ്ടാകൂല. മറ്റൊരു വിഷയം, അള്ളാഹുവിന്റെ പക്കൽ ഒരാൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന ഒരു അനുഗ്രഹവും ഇല്ല, പരമോന്നതനായ ഉന്നതനായ റബ്ബിന്റെ വജ്ഹ് ഉദ്ദേശിച്ചാലല്ലാതെ. അപ്പൊ ചെയ്യുന്നത് കൊണ്ട് അല്ലാഹു തആലാന്റെ പൊരുത്തം, റബ്ബിന്റെ റിള അത് ഉദ്ദേശിച്ചുകൊണ്ട് കൊടുത്താലല്ലാതെ ഒരാൾക്കും ഒരനുഗ്രഹത്തിനും ജസാ നൽകപ്പെടുകയില്ല, പ്രതിഫലം നൽകപ്പെടുകയില്ല. വലസൗഫ യർളാ, കൊടുത്ത ആള് അല്ലാഹു കൊടുക്കുന്നത് കൊണ്ട് പിന്നീട് തൃപ്തിപ്പെടുകയും ചെയ്യും. ഈ ആയത്തുകളൊക്കെ ഇറങ്ങിയത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിഷയത്തിലാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വില കൊടുത്ത് വാങ്ങിയപ്പോഴാണ് ഇതറിങ്ങിയത്.
ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങാൻ കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ബിലാൽ റളിയല്ലാഹു അൻഹു വല്ലാതെ ശിക്ഷിക്കപ്പെടുന്നുണ്ട് എന്ന വാർത്ത പറഞ്ഞു. നബി തങ്ങൾ അത് വഴിക്ക് പോകുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു അഹദ് 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 എന്നിങ്ങനെ പറയുന്നത് കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, അഹദുൻ യുൻജീക, വിഷമിക്കണ്ട, ഏകനായ അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും. മർദ്ദനം സഹിക്കാതെ പറയാണ് അഹദ് അഹദ് എന്നിങ്ങനെ പറയുമ്പോ ആ സ്വരം കേട്ടിട്ട് നബി തങ്ങൾ പറഞ്ഞതാണ്. പിന്നെ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു, ഇന്ന ബിലാലൻ യുഅദ്ദബു ഫില്ലാഹ്, ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പോ സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായി എന്താ നബി തങ്ങൾ പറയുന്നത്, മോചിപ്പിക്കാനാണ്. വേഗം വീട്ടിൽ പോയി ഒരു റാത്തൽ സ്വർണമെടുത്ത് ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, തബീഉനി ബിലാലൻ, ബിലാലിനെ നിങ്ങൾ എനിക്ക് വിൽക്കുമോ, അടിമയെ എനിക്ക് വിൽക്കുമോ? അതേ, വിൽക്കും. അങ്ങനെ ഈ വലിയ കാശ് കൊടുത്ത്, സ്വർണം കൊടുത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിയപ്പോ മുശ്രിക്കുകൾ പറഞ്ഞു, അതിലെന്തോ ഒരു കാര്യം ഉണ്ടായിട്ടാണ് അങ്ങനെ വാങ്ങിയത്. ബിലാലിനെ കൊണ്ട് എന്തോ ഒരു കാര്യം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുണ്ട്, അതുകൊണ്ടാണ് അത് വാങ്ങിയത്. അപ്പോഴാണ് അല്ലാഹു തആല പറഞ്ഞു, അല്ലട്ടോ, വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅലാ. റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചിട്ടാണ് വാങ്ങിയത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കിട്ടാനോ പിന്നെ ഒരു അടിമയായതുകൊണ്ട് എന്തെങ്കിലും ഉപയോഗപ്പെടുത്താനോ ഒന്നുമല്ല വാങ്ങിയത്. അതുകൊണ്ടാണ് വാങ്ങിയ ഉടനെ തന്നെ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഹലിസ്തറൈതനി ലി അമലി ഖൗലി അമലില്ലാ. സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, എന്നെ നിങ്ങൾ വാങ്ങിയത് നിങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്യാനാണോ, അതല്ല അല്ലാഹു തആലാക്ക് അമൽ ചെയ്യാനാണോ? മഹാനവർകൾ പറഞ്ഞു, ബല്ലി അമലില്ല, എനിക്കൊരു തൊഴിലും നിങ്ങൾ എടുക്കാനല്ല, അള്ളാഹുവിന് വേണ്ടി അമൽ ചെയ്യാനാ വാങ്ങിയത്. എന്നാ നിങ്ങൾ എന്നെ വിട്ടു തരണം. ഉടനെ തന്നെ മോചിപ്പിച്ചു. ഒരു ദിവസം പോലും ആ അടിമയെ കൊണ്ട് തൊഴിലെടുപ്പിച്ചിട്ടില്ല. അവര് പറഞ്ഞത് ബിലാൽ റളിയല്ലാഹുവിനെ കൊണ്ട് എന്തോ ഒരു ഉപകാരം അല്ലെങ്കിൽ സിദ്ദീഖ് തങ്ങൾക്ക് എന്തോ ഒരു നേട്ടം അതുകൊണ്ട് കിട്ടാനുണ്ട്. മാ അഅതഖഹു അബൂബക്കറിൻ ഇല്ലാ ലിയദിൻ കാനത് ലഹു ഇൻദഹു, എന്തോ ഒരു ഉപകാരം ഉണ്ടായത് കൊണ്ടാണ് ഈ മോചിപ്പിച്ചത്, ഒരു ഉപകാരം ഉദ്ദേശിച്ചിട്ടല്ല. ഇല്ല ബിത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅലാ. തങ്ങൾ ബാബത്തി ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ പൊരുത്തം ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ വേറെ ഒന്നും അതിന്റെ പിന്നിൽ ഉദ്ദേശിച്ചിട്ടില്ല. വലസൗഫ യർളാ, ഈ മോചിപ്പിച്ച മനുഷ്യൻ അഥവാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നീട് തൃപ്തിപ്പെടുകയും ചെയ്യും. എന്ത് തൃപ്തി? അല്ലാഹു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തൃപ്തിയാകുന്ന അത്രയും സ്വർഗത്തിൽ കൊടുക്കും എന്നാണ് പറഞ്ഞത്. എത്ര തൃപ്തിയാകാം അത്രയും കൊടുക്കും. ചെലവാക്കിയതിന്റെ ഇരട്ടി 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 കൊടുക്കും. അല്ലാഹു തആലാന്റെ ഒരു വാഗ്ദാനമാണ്. അല്ലാഹു തആല കൊടുക്കുന്നത് തൃപ്തിയാകുന്ന രൂപത്തിൽ കൊടുക്കും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള കൊടുതിയെ പറ്റിയും അല്ലാഹു അങ്ങനെയാണല്ലോ പറഞ്ഞത്, വലസൗഫ യുതീക റബ്ബുക ഫതർലാ. പേടിക്കേണ്ട നബിയെ, തങ്ങൾക്ക് അല്ലാഹു തആല തരും. എത്ര തൃപ്തിയാകുന്ന അത്ര തരും. എത്ര നല്ല തൃപ്തിയാകുക, എത്രയാണോ തങ്ങൾക്ക് തൃപ്തിയാകുക അത്ര തരും. അപ്പൊ ഉമ്മത്തിനെ ശിക്ഷിക്കുന്ന വിഷയത്തിൽ ആലോചിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സങ്കടപ്പെട്ടപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, സങ്കടപ്പെടേണ്ടതില്ല, ഇന്നാ സനുർളീക ഫീ ഉമ്മത്തിക യാ റസൂലല്ലാഹ്, നിങ്ങളെ ഉമ്മത്തിൽ നിങ്ങൾക്ക് നമ്മൾ തൃപ്തിയാകുന്നത് തരും. അപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് തൃപ്തിയാകണമെങ്കിൽ എന്നെ വിശ്വസിച്ച് നിന്നെ വിശ്വസിച്ച് സ്വീകരിച്ച ഒരാള് നരകത്തിലുള്ള കാലത്തോളം എനിക്ക് തൃപ്തിയാകൂല. ലാ അർളാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, എനിക്ക് തൃപ്തിയാകൂല എന്നെ സ്വീകരിച്ച് നിന്നെയും വിശ്വസിച്ച ഒരാള് നരകത്തിൽ ബാക്കിയാകുന്നുണ്ടോ, എനിക്ക് തൃപ്തിയാകൂല. അയാളും കൂടി പുറത്ത് കടന്ന ശേഷമേ എനിക്ക് തൃപ്തിയാകുള്ളൂ. അപ്പൊ സഹോദരങ്ങളെ, അല്ലാഹു തആലാന്റെ വജ്ഹി വിചാരിച്ച് ചെയ്യുന്ന അമലിന് അല്ലാഹു തരുന്ന ഫലം എത്രയെന്ന് ഇവിടെ കണക്ക് പറയാൻ പറ്റൂല. തൃപ്തിയാകുന്ന അത്രയും അല്ലാഹു തരും. അത് നിശ്ചയിച്ച് കണക്കാക്കാൻ പറ്റില്ല.
അതുകൊണ്ടാണ് വലസൗഫ യർലാ എന്ന് പിന്നീട് പറഞ്ഞത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വലിയ ഒരു മഹത്താണ് ഈ ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്പത്ത് ചെലവഴിച്ചതുപോലെ സമ്പത്ത് ചെലവഴിച്ച ഒരാളെയും കാണാൻ പറ്റൂല. അതുകൊണ്ടാണ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മദീനത്തെ പള്ളിയിൽ വെച്ച് സ്വഹാബത്തിനെ സംബോധന ചെയ്തപ്പോൾ പറഞ്ഞു, എനിക്ക് അല്ലാഹു തആല ദുനിയാവിൽ ഏറ്റവും സമ്പത്ത് കൊണ്ട് ഉപകാരം ചെയ്തത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്താണ്. ആ സ്വത്ത് പോലെ എനിക്ക് ഉപകരിച്ചൊരു സ്വത്തില്ല. സ്വന്തം സ്വത്ത് പോലെ എനിക്ക് ഉപകരിക്കാൻ പറ്റിയ ഉപയോഗിക്കാൻ പറ്റിയ സ്വത്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത്. പിന്നെ തങ്ങൾ പറഞ്ഞില്ലേ, റഹിമല്ലാഹു അബൂബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു കരുണ ചെയ്യട്ടെ, സവ്വജനി ഇബ്നതഹു, സിദ്ദീഖ് തങ്ങൾ അവിടുത്തെ മകളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തന്നു. അത് വലിയൊരു അനുഗ്രഹമാണ്. നല്ല സുന്ദരിയായ ബുദ്ധിമതിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾ നോക്ക്, നബി തങ്ങൾക്ക് തൃപ്തിയാകാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇണയാക്കി കൊടുത്തു. അതേപോലെ വഹമലനി ഇലാ ദാരിൽ ഹിജ്റ, ഹിജ്റയുടെ നാട്ടിലേക്ക് എന്നെ ചുമന്നു. സിദ്ദീഖ് തങ്ങളാണ് വാഹനം കൊടുത്തത്. നബി തങ്ങളെ കയ്യിലപ്പോ വാഹനമില്ല. മദീനത്തേക്ക് പോകാനുള്ള വാഹനം നാളുകൾക്ക് മുമ്പ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതാണ് തങ്ങൾ പറഞ്ഞത്, വഹമലനി, എന്നെ വഹിച്ചു കൊണ്ടുപോയി ഇലാ ദാരിൽ ഹിജ്റത്തി, മദീനയിലേക്ക്, ഹിജ്റയുടെ നാട്ടിലേക്ക്. മൂന്നാമത്തെ ഗുണം എണ്ണിപ്പറഞ്ഞത് വഅതഖ ബിലാലം മിൻ മാലിഹി, ബിലാൽ തങ്ങളെ മോചിപ്പിച്ചു. സ്വന്തം സ്വത്തെടുത്തിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹു മോചിപ്പിച്ചു. ഇവിടൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണിച്ച ആ അമല്, ഇതൊക്കെ ശരിക്ക് ഒരു മുത്തഖിയായ മനുഷ്യന്റെ ലക്ഷണമാണ്. അത്ഖ എന്ന് പറയുന്നത് ഈ ഉമ്മത്തിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് ഉപകരിക്കാത്ത ഒരൊറ്റ മക്കക്കാരനുമില്ല. ഉർവത്ത് ബിൻ മസ്ഊദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹുദൈബിയ സന്ധിയിൽ കയർത്ത് സംസാരിച്ചപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നേർക്ക് നേരെ സംസാരിച്ചാൽ മതി, അല്ലെങ്കിൽ വിവരം അറിയുന്നത്. ആരോടാ സംസാരിക്കുന്ന നല്ല ബോധം വേണം. ഉർവത്ത് ബിൻ മസ്ഊദ് നേതാവാ, മക്കക്കാരൻ നേതാവാണ്. പക്ഷെ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, സംസാരത്തിന്റെ ശൈലിയൊന്നും തെറ്റിപ്പോകാൻ പാടില്ല. കുറച്ച് ഗൗരവത്ത് പറഞ്ഞപ്പോഴാ സംസാരത്തിന്റെ ശൈലിയൊന്നും മാറരുത്. നബി തങ്ങളോട് പറയുമ്പോ അതിന്റെ ചിട്ടയിലും അതിന്റെ മട്ടത്തിലും മാത്രം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പണി വാളിപ്പോകും. അപ്പൊ ഉർവത്ത് ബിൻ മസ്ഊദ് പറയാം, നേരത്തെ എനിക്ക് പല അനുഗ്രഹങ്ങളും ചെയ്തത് കൊണ്ട് എനിക്കൊന്നും പ്രതികരിക്കാൻ കഴിഞ്ഞില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് എനിക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്തേ കാരണം? മക്കയിൽ പഴയ കാലത്തെ ജീവിതത്തിൽ അവിടുത്തെ സമ്പത്തുകൊണ്ട് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മക്കയിൽ ഒരൊറ്റ കുട്ടിയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വത്ത് കൊണ്ട് ഉപകരിക്കാത്തവരുണ്ടാകൂല. കാരണം അത്രയും ശ്രേഷ്ഠ സ്വഭാവങ്ങളുടെ ഉടമസ്ഥനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ഓതി 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 വീട്ടിൽ ഓതിയതിന്റെ പേരിൽ പലരും വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ശല്യം ചെയ്തു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓതാൻ തുടങ്ങിയാൽ, അനിയന്ത്രിതമായി പോയാൽ, അത് നല്ല കരച്ചിലോടെയുള്ള ശ്രവണസുന്ദരമായ ശബ്ദം കേട്ട് പാതിരാത്രിയിൽ പോലും മുശ്രിക്കുകളുടെ ഭാര്യമാരും മക്കളൊക്കെ വീട് വിട്ട് പുറത്തിറങ്ങി. ഖുർആനിന്റെ വശ്യ മനോഹാരിതയാണത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിന്റെ ഉള്ളിൽ വെച്ചാണ് ഓതുന്നത്. അത്യുച്ചത്തിലൊന്നുമല്ല, ഒരു സാധാ ശബ്ദത്തിൽ. പക്ഷേ ആ ഓത്ത് കേട്ട് കഴിഞ്ഞാൽ പരിസരത്തുള്ള വീടുകളിലെ ഉമ്മമാരും പെങ്ങന്മാരൊക്കെ ഉറക്കമൊഴിച്ച് സിദ്ദീഖ് തങ്ങളെ വീടിന്റെ പുറത്ത് ഈ ഓത്ത് കേൾക്കാനെത്തും. ഇതൊരു ശല്യമായി മാറിയപ്പോ മുശ്രിക്കുകൾ സിദ്ദീഖ് തങ്ങളോട് നാട് വിട്ടു പോകാൻ പറഞ്ഞു. അവിടെ പറ്റൂലെന്നോ, നിങ്ങൾ നിൽക്കാണേ ഓതാതെ നിന്നോളി, ഓതാതെ എനിക്ക് നിൽക്കാൻ പറ്റൂല എന്നാണ്. എന്നാ പോണെന്നാ, ഞാൻ പോയിക്കൊള്ളാന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പോകാൻ. പോകുന്ന സമയത്ത് വടിവക്കിൽ വെച്ച് ഇബ്നു ദുഗ്ന എന്ന ഒരു മക്കയിലെ പ്രമുഖൻ സിദ്ദീഖ് തങ്ങളെ കണ്ടപ്പോ പറഞ്ഞു, മിസ്ലുക ലാ യുഖ്റജ്, നിങ്ങളെപ്പോലെ താളൊന്നും നാട് വിട്ടുപോകാൻ പാടില്ല. കാരണം നിങ്ങളെപ്പോലെ ശ്രേഷ്ഠ സ്വഭാവ ഗുണങ്ങളുള്ള ആള് നാട് വിട്ടുപോയ നാടിന് അത് തീരാ ദുരന്തമായി മാറും.
എന്നിട്ട് അവിടെ എണ്ണി പറഞ്ഞത് ഇന്നക ലതസിലുർ റഹീം, നിങ്ങൾ കുടുംബബന്ധം പുലർത്തുന്ന ആളാണ്. വതഹ്മിലുൽ ഖല്ല, ജനങ്ങളുടെ പ്രയാസങ്ങളൊക്കെ ഏറ്റെടുത്ത് തീർത്തു കൊടുക്കുന്ന ആളാണ്. വതക്സിബുൽ മഅദൂം, പാവപ്പെട്ടവർക്ക് സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ്. അതേപോലെ തന്നെ വതഖിരിൽ ലൈഫ്, ഏതൊരു അതിഥി പുറംനാട്ടിൽ നിന്ന് വന്നാലും സൽക്കരിക്കുന്ന ആളാണ്. നിങ്ങളെങ്ങനെ പുറം വിട്ടു പോകാം? നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾ പോയാൽ ഞങ്ങളുടെ നാടിന് കേടാ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ അഭയം തന്നു, നിങ്ങൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം. ഇബ്നു ദുഗ്ന അഭയം കൊടുത്ത് വീട്ടിലേക്ക് പറഞ്ഞേക്കാം. ഇവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം, ആ ഇബ്നു ദുഗ്ന എണ്ണി പറഞ്ഞ ഒരു ശ്രേഷ്ഠ സ്വഭാവങ്ങളില്ലേ, ഇതൊക്കെ മേളിച്ച ആളാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഈ ഉമ്മത്തിൽ അത്ഖാ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ മുത്തഖി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഖുർആനല്ലേ ആ വിശേഷണം കൊടുത്തത്, വസയുജന്നബുഹൽ അത്ഖാ. ഈ ഇവിടുന്ന് അങ്ങോട്ട് താഴെ വരെയുള്ള ആയത്തുകൾ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വിഷയത്തിൽ ഇറങ്ങിയത്. അതിന്റെ മുമ്പ് ഇന്നലെ നമ്മൾ പറഞ്ഞ അൽ അഷ്ഖ, പരാജിതൻ, ഉമയ്യത്ത് ബിൻ ഖലഫും അബൂജഹലും അതുപോലത്തെ ആളുകളാണ്. അവരാണ് അതിന്റെ എതിർചേരിയിൽ വരിക. ഈ ആയത്തുകളിൽ പറഞ്ഞ വിശേഷണങ്ങൾക്കൊക്കെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അർഹതയുള്ള ഈ ഉമ്മത്തിലെ ഏറ്റവും ഒന്നാമത്തെ മെമ്പറാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഏറ്റവും വലിയ തഖ്വയുള്ള, ഏറ്റവും വലിയ ധർമ്മം ചെയ്യുന്ന, ഏറ്റവും അള്ളാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്യുന്ന ഏറ്റവും വലിയ മഹാൻ, ഒരു തർക്കമില്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് ചില മുഫസ്സിറുകളൊക്കെ മുസ്ലിങ്ങൾക്ക് ആ വിഷയത്തിൽ ഇജ്മാ ആണ് എന്ന അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ ഈ ശ്രേഷ്ഠ സ്വഭാവങ്ങൾക്ക് അർഹതയുള്ള മഹാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അല്ലെങ്കിൽ നിങ്ങൾ നോക്ക്, ഒരു നേതാവിനോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നല്ലവണ്ണം ആലോചിച്ച് സംസാരിച്ചാൽ മതി എന്ന് പറയുമ്പോ തിരിച്ചൊരു വാക്കും പറയാത്തതിന് മറുപടി പറഞ്ഞത്, എനിക്കും നേരത്തെ അയാളെ കൊണ്ട് ഗുണം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും പറയാൻ കഴിഞ്ഞില്ല എന്നാ. അല്ലെങ്കിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തെല്ലാം പറയും. അപ്പോ അതിന്റെ അർത്ഥം എന്താ? മക്കയിലെ ഖുറൈശികളിലെ നേതാക്കൾക്ക് വരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നിന്ന് വലിയ ഗുണം കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും ഗുണം കിട്ടിയിട്ടുണ്ട്. അത്രയും ഉത്തമ ഗുണങ്ങൾ നിറഞ്ഞ മനുഷ്യനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ഖൈർ ചെയ്ത ആളുകളെ ഓരോ കവാടത്തിൽ നിന്ന് വിളിക്കപ്പെടുമെന്ന് പറഞ്ഞപ്പോ, നബിയെ, എല്ലാ കവാടങ്ങളിൽ നിന്നും കൂടി വിളിക്കപ്പെടുന്ന ആളുകൾ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, നാം ഉണ്ട്, വഅർജു അൻ തകൂന മിൻഹും, സിദ്ദീഖ് തങ്ങളെ നിങ്ങൾ അവരിൽപ്പെട്ട ആളാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സ്വർഗത്തിന്റെ കവാടങ്ങളിൽ, എല്ലാ കവാടങ്ങളിൽ കൂടെയും ഒരാളെ വിളിക്കാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ആ കവാടങ്ങളിലൂടെ കടക്കേണ്ട സ്പെഷ്യൽ നന്മകളല്ല ആയ നന്മകൾ മുഴുവനും ഒരാളിൽ മേളിച്ചിട്ടുണ്ട്. ആ മേളിച്ച ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എത്രമാത്രം വലിയ മഹത്താണത്! ഇപ്പോ നോമ്പിൽ മുൻതൂക്കം നിൽക്കുന്ന ആളുകളെ ആ ഒരു കവാടത്തിലൂടെ വിളിക്കും. നിസ്കാരത്തിലാണ് അവർക്ക് കൂടുതൽ ഇഖ്ലാസ്, അതിലാണ് അവർക്ക് കൂടുതൽ സ്വീകാര്യതെങ്കിൽ വേറൊരു ബാബിലൂടെ വിളിക്കും. ബാക്കി അമലൊക്കെ ഉണ്ട്, നിസ്കാരം നോമ്പൊക്കെ ഉണ്ട്. പക്ഷേ ഹജ്ജിലാണ് അയാൾക്ക് കൂടുതൽ ട്രെൻഡ്, ഹജ്ജ് ഉംറയിലാണ്, അതിലാണ് അയാൾക്ക് മാർക്കെങ്കിൽ അതിനൊരു കവാടുണ്ട്. ജിഹാദിലാണ് മൂപ്പർക്ക് മുൻപന്തിയെങ്കിൽ അതിനൊരു ബാബുണ്ട്. പക്ഷെ എല്ലാ കവാടത്തിലൂടെയും ഒരാളെ വിളിക്കപ്പെടാന്ന് പറയുമ്പോ എത്ര വലിയ ഗുണാണ്! എല്ലാ കവാടങ്ങളും ഒരാൾക്ക് വേണ്ടി തുറക്കപ്പെട്ടു എന്ന് പറയും പോലെ എല്ലാ കവാടങ്ങളിലൂടെയും ഒരാളെ വിളിക്കപ്പെടുമോ എന്ന് ചോദിച്ചപ്പോ, അതെ, വിളിക്കപ്പെടും. വാർജു അൻ തകൂന മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ട ആളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉത്തമ സ്വഭാവങ്ങൾ, അതിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠം, ഏത് വിഷയം ചെയ്യുകയാണെങ്കിലും ഇഖ്ലാസ് ഉണ്ടോ, എന്നാൽ ആ കാര്യം പൂർത്തിയാകും. അത് ഇവിടെ പൂർത്തിയാകുന്നു മാത്രല്ല, ആഖിറത്തിൽ അത് കാണാൻ പറ്റും. ഒരു തർക്കം ആ വിഷയത്തിലില്ല. നമ്മൾ ചെയ്തത് ഇഖ്ലാസോടെയാണോ, എന്നാൽ ആളുകൾ എന്ത് പറഞ്ഞോട്ടെ, ആൾക്കാരെന്ത് പറഞ്ഞോട്ടെ, എന്ത് എതിർത്തോട്ടെ, ഇഖ്ലാസോടെയാണോ, അത് പോകൂല. ഒരു അമല് ചെയ്യുമ്പോ കുടുംബത്തിനാകട്ടെ, സമൂഹത്തിനാകട്ടെ, ദീനിനാകട്ടെ, അയൽക്കാർക്കാകട്ടെ, നാട്ടുകാർക്കാകട്ടെ, അന്യർക്കാകട്ടെ, ആർക്കാണെങ്കിലും ചെയ്തത് ഇഖ്ലാസോടെയാണോ, അത് പോകുമോ? അത് പോകൂല. ഇഖ്ലാസിന് ഇവിടെ തന്നെ എത്ര വലിയ ഫലം അല്ലാഹു തആല കൊടുക്കുന്നത്.
സ്വഹീഹുൽ ബുഖാരിയിൽ കണ്ടില്ലേ നിങ്ങൾ? ഒരു വലിയ സംഭവം കാണാം. മൊത്തമായി പറയാൻ നേരമില്ല, ഞാൻ ചുരുക്കി പറയാം. ഒരാള് കപ്പൽ കയറി പോയിട്ട് തന്റെ കൂട്ടുകാരന്റെ അടുത്ത് നിന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു ദ്വീപിൽ നിന്ന് അയാൾ കടം വാങ്ങി. കടം വാങ്ങുന്ന സമയത്ത് കടം കൊടുക്കുന്ന ആൾ ചോദിച്ചു, നിനക്കാരാ സാക്ഷി എന്ന് വെച്ചു. അപ്പൊ വാങ്ങുന്ന ആള് പറഞ്ഞു, കഫാ ബില്ലാഹി ഷഹീദ, സാക്ഷി ഞാൻ ആരും കൊണ്ടുവന്നിട്ടില്ല, അള്ളാഹു സാക്ഷിയാണ്. നീ കടം തരും എന്നതിന് ആരോടെങ്കിലൊക്കെ ചുമതലപ്പെടുത്തി ആരോടെങ്കിലൊക്കെ പറയാൻ പറ്റിയ ഏറ്റെടുക്കാൻ പറ്റിയ ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന് കാണൊരു സുഖം നല്ലോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, കഫാ ബില്ലാഹി കഫീല. ഈ വിഷയത്തിന്റെ കഫീൽ, ഈ വിഷയം നിങ്ങൾ ചോദിക്കാനും ഞാനും ഈ വിഷയത്തിൽ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് അള്ളാഹുവിനെയാണ്. അപ്പൊ അല്ലാഹു തആലാനെ മാത്രം പറഞ്ഞപ്പോ അയാൾ കൊടുത്തു. ഡേറ്റ് ഒക്കെ നിശ്ചയിച്ചു, തിരിച്ചു തരാനുള്ള. മറ്റേ ആൾ കൊണ്ടുപോയി ഉപയോഗിച്ചു. ഇയാൾക്ക് കടം കൊടുക്കാനുള്ള സമയമായപ്പോ കപ്പൽ കയറി പോയിട്ടാണല്ലോ കൊടുക്കാൻ. കടൽക്കരയിൽ വന്നയാൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കപ്പൽ പോയി. പടച്ചോനെ, ഇത് കൊടുക്കേണ്ട ഡേറ്റ് നാളെയാണ്. വേറെ സംശയമാണ്, വായിക്കാം. പിന്നെ അങ്ങനെ കടൽക്കരയിൽ വന്നു നോക്കുമ്പോ കപ്പല് നീങ്ങി. അപ്പൊ അയാൾ ഇങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, നാളെയാണ് ഈ പൈസ അവിടെ എത്തേണ്ടത്. കപ്പല് പോയും ചെയ്തു. നീന്തിയാലൊന്നും അവിടെ എത്തൂലല്ലോ, ഇത്ര ദൂരം നീന്തണം. അപ്പൊ കുറെ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് ഇയാൾ ചിന്തിച്ചു, ഏതായാലും ഞാൻ അല്ലാഹു തആലാന്റെ മേൽവിലാസത്തിലല്ലേ വാങ്ങിയത്, അതുകൊണ്ട് അല്ലാഹു തആലയിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നനയാത്ത രൂപത്തിൽ ഒരു മരക്കഷ്ണത്തിന്റെ ഉള്ളിൽ ഒരു പൊത്തുണ്ടാക്കി അതിന്റെ ഉള്ളിൽ ഇത് നിക്ഷേപിച്ചുകൊണ്ട് കടലിലേക്കിട്ട് അള്ളാനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു മരക്കഷ്ണം എടുത്ത് അതിന് പൊത്തുണ്ടാക്കി ഈ കൊടുക്കാനുള്ള കാശ് നനയാത്ത രൂപത്തിൽ അതിന്റെ ഉള്ളിൽ വെച്ച് അടച്ചു, വെള്ളമൊന്നും കയറാത്ത രൂപത്തിൽ. എന്നിട്ട് കടൽക്കരയിൽ പോയിട്ടാണ് പറഞ്ഞു, പടച്ചോനെ, അദ്ദേഹം എന്നോട് സാക്ഷിയെ ചോദിച്ചപ്പോ ഞാൻ നിന്നെ സാക്ഷിയാക്കി, എന്നോടൊരു കഫീലിനെ ചോദിച്ചപ്പോ നിന്നെയാണ് കഫീലാക്കിയത്, അതുകൊണ്ട് വാഹനം പോയത് കൊണ്ടാണ് ഞാനിവിടെ എത്തിയപ്പോഴേക്ക് കപ്പൽ നീങ്ങിപ്പോയി, നീ ഇത് കറക്റ്റ് സമയത്ത് അവിടെ എത്തിക്കണം എന്ന് പറഞ്ഞ കടലിലേക്ക് ഇട്ടു. അവിടെ എത്തിയോന്ന് അറിയണമെങ്കിൽ നീ പോയി നോക്കണ്ടേ, കാരണം മൊബൈലൊന്നും തന്നില്ലല്ലോ വിളിച്ചു ചോദിക്കാൻ, മനസ്സിനൊരു സമാധാനം വരണല്ലോ. അപ്പൊ മറ്റേ ആള് ഈ കപ്പലിന്, ഈ ഇവിടുന്ന് നീങ്ങിയ കപ്പലിന് കടം വാങ്ങിയ ആള് വരും എന്ന് കരുതി ആ സമയത്ത് കറക്റ്റായി അയാൾ കടൽക്കരയിൽ വന്നിട്ടില്ല. കപ്പലിന് കുറെ ആൾ ഇറങ്ങി, ഇയാളതിൽ കാണാനില്ല. അപ്പൊ അങ്ങനെ ചിന്തിച്ചു, പടച്ചോനെ, അയാൾ പറ്റിച്ചോ? പറ്റിക്കൂല, കാരണം അയാൾ അല്ലാഹു തആലാനെ പറഞ്ഞിട്ടല്ലേ എന്നിൽ നിന്ന് വാങ്ങിയത്, അത്ര ഇഖ്ലാസുള്ള ആളല്ലേ, അയാൾ പറ്റിക്കൂല, പറ്റിക്കുന്നു വിശ്വസിക്കാൻ കഴിയൂല. അങ്ങനെ കപ്പൽ നീങ്ങിയപ്പോ ഇനിയിപ്പോ ഏതായാലും ഈ കപ്പൽ കിട്ടാത്തോണ്ടായിരിക്കും എന്ന് വിചാരിച്ച് അയാളങ്ങനെ പുറേ പോകാൻ വേണ്ടി ഒരുങ്ങാണ്. അപ്പോ കടൽക്കരയിലൂടെ ഇങ്ങനെ നീങ്ങുമ്പോ ഒരു തിരമാല ഓളം തള്ളിയിട്ട് ഒരു മരക്കഷ്ടം ഇങ്ങനെ തെറിച്ചു. ഏതായാലും ഒന്നും കിട്ടിയില്ല. ഞാൻ ഈ പെണ്ണുങ്ങൾക്ക് അടുപ്പിൽ വെച്ച് കത്തിക്കാൻ ഈ കൊള്ളിയെങ്കിലും കൊണ്ടുപോയത് എടുത്തു പോയി. ആ കൊള്ളിയെടുത്ത് കയ്യിലെടുത്ത് അയാൾ പോയി. അതവിടെ കൊണ്ട് അടുക്കളയിൽ ഏൽപ്പിച്ചു, ഭാര്യനെ ഏൽപ്പിച്ചു. അതൊന്നും അറിയില്ലല്ലോ. ഭാര്യ അതിങ്ങനെ പൊളിച്ചപ്പോ ഈ ദീനാർക്കാണ് പോകുന്നത്. അപ്പൊ ഇയാളെ വിളിച്ചു, ഇതെന്താ നിങ്ങൾ കൊണ്ടുവന്ന കൊള്ളിന്റെ ഉള്ളിൽ ദീനാറൊക്കെ? അപ്പൊ ആ ദീനാറ് എടുത്തു നോക്കുമ്പോ അതിന്റെ കൂട്ടത്തിൽ ഒരു എഴുത്തും കൂടി ഉണ്ട്. ആ എഴുത്തിലുണ്ട്, സുഹൃത്തെ, ഞാന് നിന്നെ പറ്റിക്കുന്ന ആളല്ല, അല്ലാഹു തആലാന്റെ മേൽവിലാസത്തിലാണ് ഞാനിതൊക്കെ വാങ്ങിയത്. പക്ഷേ ഞാൻ വന്നപ്പോഴേക്ക് കപ്പൽ നീങ്ങിപ്പോയി, ഒരു മാർഗം ഉണ്ടായില്ല, അതുകൊണ്ട് അല്ലാഹു തആലാന്റെ വജഹ് വിചാരിച്ച് ഞാൻ വാങ്ങിയത്, നീ തന്നതും അങ്ങനെയാണ്, ഞാനിതാ നിന്നിലേക്ക് ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അതിലെഴുതിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം വല്ലാതെ സന്തോഷം പറഞ്ഞു. നിങ്ങൾ നോക്ക്, ഇഖ്ലാസോടെ വാങ്ങിയത് അങ്ങനെ തന്നെ ഏൽപ്പിച്ചപ്പോ ഏത് ടൈമിലാണോ ഈ വിഷയം എത്തിക്കുമെന്ന് പറഞ്ഞത് ആ ടൈമിൽ തന്നെ കയ്യിൽ ഈ വടി കിട്ടിയിട്ടുണ്ട്.
ഒരു സമയം പോലും തെറ്റിയിട്ടില്ല. ഇത്ര സമയത്ത് ഞാൻ എത്തിച്ചു തരാം എന്ന് പറഞ്ഞ ആ വാഗ്ദാനം പറഞ്ഞ അവധി പറഞ്ഞ ആ ടൈമിൽ തന്നെ കയ്യിൽ പണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് അപ്പൊ പണം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ. ഇത് ഭാര്യ പൊളിച്ചു നോക്കുമ്പോഴല്ലേ അറിയുന്നത്. അദ്ദേഹം ഏറെ സന്തുഷ്ടനായി. മറ്റേ ആളിത് കിട്ടിയോന്നറിയാൻ വേണ്ടി, കിട്ടിയിട്ടില്ലെങ്കിലോ കൊടുക്കും വേണല്ലോ എന്നറിയാൻ വേണ്ടിട്ട് കാശ് ഏറെ കരുതി വേറൊരു കപ്പൽ കയറി അയാളോട് എത്തി വീട്ടിൽ പോയി നോക്കുമ്പോ പറഞ്ഞു, നിങ്ങള് എന്റെ കയ്യിൽ നിന്ന് പണം കൈപ്പറ്റി തരാമെന്ന് പറഞ്ഞ അതേ ടൈമിൽ തന്നെ നിങ്ങള് കൊള്ളിയിലൂടെ വിട്ട ആ കാശ് ദീനാർ ദിർഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങൾ നല്ല ആളാണ്, സന്തോഷം. അപ്പൊ നിങ്ങൾ നോക്ക്, കൊടുത്തു വിട്ടാക്ക് സന്തോഷായി. ഇതിങ്ങനെ കടലിലൂടെ മരക്കൊള്ളിയിലാക്കിയിട്ട് ഇങ്ങനെ വിടാണ്. അത് വാങ്ങിയ ആളെ ഇഖ്ലാസിൽ, ആ ഇഖ്ലാസിൽ തന്നെയാണ് ആള് കൊടുത്തു വിടുന്നത്. അതുകൊണ്ട് ഒരു കുറവില്ലാതെ അല്ലാഹു തആല അവിടെ എത്തിച്ചു. അത് ഇഖ്ലാസ് കൊണ്ട് ഇവിടെ കിട്ടിയ ഫലമാണെങ്കിൽ ആ ഇഖ്ലാസിന് ആഖിറത്തിൽ കിട്ടുന്ന ഫലം പറഞ്ഞത് എത്രേ? വലസൗഫ യർളാ. അല്ലാഹു തആല കിട്ടുന്ന ആൾക്ക്, ഇഖ്ലാസോടെ ചെയ്ത ആൾക്ക് അല്ലാഹ് കൊടുക്കുന്നത് തൃപ്തിയാകും. വലസൗഫ യർളാ, പിന്നീട് ആഖിറത്തിൽ തൃപ്തിയാകും. തൃപ്തിയാകാൻ മാത്രം അല്ലാഹു തആല കൊടുക്കും. ഏറ്റവും വലിയ കൊടുതിയാ കൊടുക്കും. അതിന് വേണ്ടത് അല്ലാഹു തആലാന്റെ പൊരുത്തം വിചാരിച്ച് റബ്ബിനെ മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന അമലുകളൊക്കെ ഇഖ്ലാസോടുകൂടെ ചെയ്യണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. വമാലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ. ഒരാൾക്കും അല്ലാഹുവിന്റെ അടുക്കൽ ജസാ നൽകപ്പെടുന്ന ഒരു അനുഗ്രഹവും ഇല്ല ഇല്ല ബുത്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅലാ. റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യമാക്കിയാലല്ലാതെ. നിങ്ങൾ കണ്ടോ അവിടെ വജ്ഹ് എന്ന് പ്രത്യേകം പറഞ്ഞത്? മഹാന്മാരായ പണ്ഡിതന്മാരത് വിശദീകരിച്ചു പറഞ്ഞു. ഇഖ്ലാസിൽ ഒരു കലർപ്പുണ്ടാകാൻ പാടില്ല, നേർക്ക് നേരെ ഇഖ്ലാസ് മാത്രമാകണം. അതുകൊണ്ട് ഉദ്ദേശം അതിനാണ് വജ്ഹി റബ്ബിഹിൽ അഅലാ എന്ന്. അല്ല റബ്ബിന്റെ മുഖം അറിയിക്കാനല്ല, റബ്ബിന്റെ മുഖം അറിയിക്കാനല്ല. ആ ലക്ഷ്യത്തിൽ ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലാനെ മാത്രമാണ് ഉദ്ദേശിച്ചത്. ഖുർആനിൽ വേറെയും വജ്ഹ് പറഞ്ഞിട്ടുണ്ട്. അവിടൊക്കെ അല്ലാഹു തആലാനെ മാത്രമാണല്ലോ ഉദ്ദേശം. കുല്ലുമൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. സൂറത്തുർ റഹ്മാനിൽ പറഞ്ഞില്ലേ, കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹ. എന്താണ് ആ വജ്ഹ് കൊണ്ട് ഉദ്ദേശം? ദാത്തുഹു തആല, അല്ലാഹു തആലാന്റെ ദാത്താണ്. അപ്പൊ ഇവിടെയും അല്ലാഹു തആലാനെ മാത്രം ഉദ്ദേശിച്ച് എന്നറിയിക്കാനാണ് ഇല്ലബ്തിഗാ വജ്ഹി റബ്ബിഹിൽ അഅലാ. റബ്ബിന്റെ പൊരുത്തമല്ലാതെ മറ്റൊന്നും ആ വിഷയത്തിൽ ഉദ്ദേശിച്ചിട്ടില്ല. റബ്ബ് തആല അവന്റെ ദാത്തിന്റെ മഹത്വം കൂടി അറിയിക്കാൻ. ഒരാളെ ശരീരത്തിൽ ഏറ്റവും മഹത്വമുള്ള അവയവമാണല്ലോ വജ്ഹ്, മുഖാണല്ലോ. അതാണ് മുഖത്തടിക്കരുത് പറഞ്ഞു. മുഖത്തിനാണല്ലോ വലിയ ബഹുമാനം. ഓന്റെ മുഖത്ത് നോക്കിയിട്ടാണ് ചീത്ത പറഞ്ഞറിയില്ല. ഓ ഞാനവിടെ കാണാതെ ചെരിഞ്ഞെടുക്കുമ്പോഴാ ചീത്ത പറഞ്ഞ അത്ര വിഷയമില്ലെന്ന്. എന്റെ മുഖത്ത് നോക്കിയിട്ടാണോ പറഞ്ഞേ? അല്ലെ എന്റെ മുഖത്തൊക്കെ അവൻ തച്ചെന്ന് പറയുമ്പോ മോന്തൊക്കെ തച്ചറിയുമ്പോ ഒരു വലിയ വിഷയമാകുമല്ലോ. മുഖത്തടിക്കാൻ പാടില്ലല്ലോ. ഭർത്താവിന് വരെ അതിൽ പെർമിഷൻ ഇല്ല. ആ രൂപത്തിലാണ്. അപ്പോ മുഖമാണ് ഏറ്റവും ശ്രേഷ്ഠമായ അവയവം നമ്മളെ അവയവങ്ങളിൽ നിന്ന്. ആ വജ്ഹ് അള്ളാഹുവിന്റെ ദാത്തിന്റെ പകരം ഉപയോഗിച്ചതാണ്. ഉദ്ദേശം ദാത്ത് എന്ന് തന്നെയാണ്. അല്ലാഹു തആലാന്റെ ദാത്ത് എന്നതല്ലാതെ വേറെ ഒരു ഉദ്ദേശം അതിന്റെ പിന്നിലില്ല. അള്ളാഹിന്റെ മുഖം ഉദ്ദേശിച്ചു എന്നല്ല, അല്ലാഹു തആലാനെ മാത്രം ഉദ്ദേശിച്ചു. അങ്ങനെ അമലുകൾ നന്നാക്കിയപ്പോൾ അല്ലാഹു തആല അതിന് വലിയ ജസാ നൽകും. ആ ജസാഇന് നല്ല കട്ടിയും കനവുണ്ടാകും. ഇതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ എത്ര ചെറുതാണ് ചെയ്യുന്നതെങ്കിലും ഇഖ്ലാസ് അതിൽ വേണം. അഖ്ലിസ് ഖൽബക് യക്ഫികൽ അമലുൽ ഖലീൽ. നിന്റെ ഖൽബിനെ നീ നിസ്വാർത്ഥമാക്കണം. നിസ്കാരത്തിൽ പോലും മസ്അല പറഞ്ഞെടുത്ത് പറഞ്ഞില്ല. ഒരാൾ റുക്കൂ പോകാൻ നിൽക്കണം, അല്ലെങ്കിൽ സുജൂദ് പോകാൻ നിൽക്കുമ്പോൾ അയാൾക്ക് പേടിയാകുന്ന ഒരാള്, അല്ലെങ്കിൽ കണ്ടാല് കടം ചോദിക്കും, കാരണം കൊടുത്തിന്. അപ്പൊ അയാൾ കാണണ്ടാന്ന് കരുതി ഇയാൾ വേറെ റുക്കൂക്കാണ് പോയി, അല്ലെങ്കിൽ സുജൂദിലേക്കാണ് പോയി. അപ്പോ ആ സുജൂദും ആ റുക്കുവും ശരിയാകൂല. എന്തേ? ഒരു ലക്ഷ്യത്തിന്റെ മാറ്റം. കടം തന്നാൾ കണ്ടാല് അയാൾ നേരെ പള്ളിയേക്ക് ഒരാൾ റൂട്ട് അങ്ങനെ പോവാ. ഇപ്പൊ ഇവിടെ കണ്ട അങ്ങടാ വരിക. അപ്പൊ റുക്കൂ പോവാ നല്ലത്, ഒറ്റ പോക്കാണ് പോയി. അത് ശരിയാവൂല.
അല്ലെങ്കിൽ നല്ല തടിച്ചൊരു കൊതുക്, കൊതുകിനൊക്കെ നമ്മളല്ലേ കൂടുതൽ നോക്കുക, അതിങ്ങനെ മൂളക്കപ്പാട്ട് പാടി വരിക. ഇയാളെ അടുത്ത് വന്ന് ഇയാളെ കാതിലിങ്ങനെ കടിക്കാൻ വേണ്ടി ഇരുന്നൂന്നാണ് നോക്കി ഇയാൾ റുക്കൂക്കാണ് പോയി. ഇയാൾ ഓത്ത് തീർന്നിന് റുക്കൂക്കാണ് പോയി. റുക്കൂക്കാണ് പോകലോട് ഒരു ഉദ്ദേശം എന്താ? ഈ കൊതുക് പാറണം എന്നാ റുക്കൂ ശരിയാവില്ല. ഉദ്ദേശം ചെറിയ രൂപത്തിലൊന്ന് മാറിയപ്പോ ആ ചെയ്യുന്ന റുക്കുവും സുജൂദും ശരിയാകാത്തത് ആ ഒരു ഇഖ്ലാസിന്റെ കുറവുണ്ട്. അതുകൊണ്ട് ഖൽബിനെ എപ്പോഴും നിസ്വാർത്ഥമാക്കുക. ചെയ്യുന്ന പണി ചെറുതാണെങ്കിലും അത് മതിയാകും. നമ്മുടെ പുരയിലൊക്കെ ഒരു കറി ഇല്ലാതെ വെക്കുമ്പോ ഉമ്മാരൊരു കറി വെക്കലുണ്ട്. എന്ത് കറി വെക്ക? നിങ്ങളെ പുരയിലൊക്കെ എപ്പോഴും കറിയാണല്ലോ അങ്ങനെ, എല്ലാരും നോക്കണ്ട. ഒരു കൂട്ടാനുമില്ല, തക്കാളിക്കറി. അതന്നെ, ആ തക്കാളിക്കറി കുറച്ചുണ്ടാവുള്ളൂ. ചെറിയ ഒരു കുണ്ടമിഞ്ഞാണത്തിൽ കുറച്ചുണ്ടാവും, തോനൊന്നും ഉണ്ടാവില്ല. അത് കുറച്ച് കഞ്ഞിന്റെ വെള്ളം ഇങ്ങനെ ഒഴിച്ച് പിന്നെ ഈ തക്കാളിയിലേക്ക് അരിഞ്ഞിട്ട് ഒരു 2 മുളക് ചീന്തിട്ട് കുറച്ച് കടുകിട്ട് ഒന്നിങ്ങനെ. പക്ഷെ തലേന്ന് കിട്ടിയ ആവോലി ആക്ബറിനെക്കാളും ചോറ് ഇതുകൊണ്ടാ പോയത്, ചെലവായത്. അതെന്തേ? അത് കുറച്ചാണെങ്കിലും ടേസ്റ്റ്, ചേരുവകളൊക്കെ ചേർന്നപ്പോ നല്ല ടേസ്റ്റ്. അതാ, അത് കുറച്ചാണെങ്കിൽ അങ്ങനെ അത് മതിയെന്ന് പറയും. കുറച്ചാണെങ്കിൽ കുറച്ചേ ഉള്ളൂ. എത്രയപ്പോ ചോറ് വെച്ചത്? എന്നാ പിന്നെ എന്നും തക്കാളി കറിയൊക്കെ അത് വേണ്ട. കാരണം എന്നും ഇതാകുമ്പോ ആ ടേസ്റ്റ് ഉണ്ടാകൂല. ഇതൊന്നും ഇല്ലാതെക്കുമ്പോ വിചാരിച്ചുണ്ടാക്കിയപ്പോ അതിന് ടേസ്റ്റും കൂടി. ഇതേ രൂപത്തിൽ ചെയ്യുന്ന അമല് ചെറുതാണെങ്കിലും ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അത് മതി അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ ഒരു അമല് 2 അമലിന്റെ പേരിലൊക്കെ അവർ സ്വർഗത്തിലെത്താനുള്ള കാരണം അമലിന്റെ ഇഖ്ലാസ് ഉണ്ട്. വിധങ്ങൾ പറഞ്ഞില്ല, റഅയ്തു റജുലൻ ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ ഞാൻ ഒരാളെ കണ്ടു, യതഖല്ലബു ഫീഹാ, സ്വർഗത്തിൽ അയാൾ അങ്ങനെ കിടന്നു മറിയാൻ, സ്വർഗത്തിൽ അങ്ങനെ ഉല്ലസിക്കാൻ, നടക്ക, അങ്ങനെ അവിടുന്ന് ഇങ്ങോട്ട് വരിക, അവിടുന്ന് അങ്ങോട്ട് പോവുക. എന്താണ് അയാളെ സ്വർഗത്തിലൊരു അധികാരം? പക്ഷെ അയാൾ സ്വർഗത്തിലെത്തിയത് ഫീ ഷജറത്തിൻ, അജരത്തിനി നിർത്താനായി, ഫീ ഷജറത്തിൻ, ഒരു മരത്തിന്റെ വിഷയത്തിലാണ്. ഒരു മരത്തിന്റെ കാര്യത്തിലാണ് സ്വർഗത്തിലെത്തിയത്. ഒരു മരത്തിന്റെ വിഷയത്തിൽ അയാൾ ആ മരം മുറിച്ചു മാറ്റി. കാനത്തുദിൽ മുസ്ലിമീൻ, ആ മരം അവിടെ ഉണ്ടായതുകൊണ്ട് അതിലൂടെ പോകാൻ മുസ്ലിങ്ങൾക്ക് വലിയ ഇടങ്ങേറ്, വഴി സൗകര്യമില്ല. അപ്പൊ ഇയാൾ മുറിച്ചു മാറ്റിയിട്ട് വഴി സൗകര്യം. നമ്മളിഞ്ഞ് വഴി സൗകര്യം ഇല്ലെങ്കിലും മരം മുറിക്കാൻ കഴിയൂല നമ്മളെടുത്തുണ്ടാകുക. ആൾക്കാർ പോയില്ലൊരു കുഴപ്പമില്ല, അത് നല്ല വില കിട്ടും, 2 കൊല്ലം കഴിഞ്ഞാൽ നടന്നോട്ടെ. ഒരു മനുഷ്യന് ചെയ്യുന്ന ഒരു ഉപകാരം ഇഖ്ലാസോടെ ചെയ്തപ്പോഴേ എല്ലാ മുസ്ലിങ്ങൾക്കും അതുകൊണ്ട് നേട്ടം കിട്ടി. ഇയാൾ ചെയ്തതെന്താ? ഒരു മരം മുറിച്ചു മാറ്റി. ആ മേൽവിലാസത്തിലാണ് സ്വർഗത്തിലെത്തിയത് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മരത്തിന്റെ പേര് സ്വർഗത്തിലെത്തും. ഞാൻ ചെയ്തത് അത്രയും വലിയ ഇഖ്ലാസിലാണ്. അപ്പൊ ആ ഇഖ്ലാസ് കൊണ്ട് ബാക്കി ചെറുതൊക്കെ അല്ലാഹു അങ്ങോട്ട് സ്വീകരിച്ചു. അപ്പൊ ചെയ്യുന്ന പണി എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ഇഖ്ലാസോടുകൂടെ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇഖ്ലാസ് ഉള്ളവരിൽ അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഞാൻ നീട്ടി പരത്തി ബുദ്ധിമുട്ടാക്കുന്നില്ല, ചുരുക്കുകയാണ്, നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഇന്ന് നമ്മുടെ സമാപനമാണ്. മഹാനവർകൾ നസീഹത്ത് തന്ന് അല്പം ദിക്റൊക്കെ ചൊല്ലി നല്ലൊരു ദുആന്റെ, റമദാൻ 16 അല്ലേ, റമദാൻ മറ്റൊരു പകുതിയിലേക്ക്, അവസാന പകുതിയിലേക്ക് നമ്മൾ പ്രവേശിച്ച സമയമാണ്. അള്ളാഹു നമ്മുടെ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. വിശുദ്ധ റമദാനിൽ 4 ദിവസങ്ങളിലായി നമ്മൾ ഈ പള്ളിയിലും സഹോദരിമാര് അവിടെ പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്തും ഒരുമിച്ച് കൂടിയത് പരിശുദ്ധ ഖുർആനിന്റെ തഫ്സീർ കേൾക്കാനും അതിൽ നിന്നുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളാനുമാണ്. അള്ളാഹു നമുക്ക് ഈ ഒരു മജ്‌ലിസ് ഇത്രയും നേരം നമ്മൾ ഒരുമിച്ച് കൂടിയത് വലിയ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ നോമ്പിന്റെയും മറ്റു കർമ്മങ്ങളുടെയും സ്വീകാര്യതയ്ക്ക് അള്ളാഹു തആല ഇതൊരു നിമിത്തമാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. പ്രത്യേകം ദ്വാരക്കേണ്ട രാവുകളാണ്, ദിനരാത്രങ്ങളാണ് നമ്മിലേക്ക് വരുന്നത്. കഴിവിന്റെ പരമാവധി നല്ല ഇഖ്ലാസോടെ എല്ലാവരും ദുആ ചെയ്യണം. നമുക്ക് ലഭിച്ച ഈ റമദാനു ശരീഫ് അവസാനത്തെ റമദാനാകുമോ എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ റമദാൻ മുതലാക്കുക എന്ന നിലക്ക് വരുന്ന രാവുകളൊക്കെ മഗ്ഫിറത്തിന്റെയും ഇത്തഖിന്റെയും പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ്. ഒന്നൊഴിയാതെ കഴിവിന്റെ പരമാവധി നമ്മൾ ഇസ്തിഗ്ഫാറും
ദിക്റും അധികരിപ്പിക്കണം. വിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ഓരോ രാത്രിയിലും ലൈലത്തുൽ ഖദറിൽ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകം ദുആർക്കണം. സഹോദരിമാരോട് പ്രത്യേകം പറയട്ടെ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു വാങ്ങിയ ദിക്റാണല്ലോ അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ആ ദിക്ർ കഴിവിന്റെ പരമാവധി വർദ്ധിപ്പിക്കുക. അവസാനത്തെ ഓരോ 10 ഓരോ രാവിലും പകലിലും ആ ദിക്ർ വർദ്ധിപ്പിക്കുക. ലൈലത്തുൽ ഖദറിന്റെ വിഷയങ്ങളൊക്കെ ഞാൻ പരത്തി പറയുന്നില്ല. അവസാനത്തെ 10 ഏത് രാവിലും ആകാം, ഒറ്റയിട്ട് ഏത് രാവിലും ആകാം. ലൈലത്തുൽ ഖദർ അല്ലാഹു തആല നൽകിയ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഉമ്മത്തിനും നൽകിയ അക്കൊല്ലം സ്വഹാബത്തിന് പറഞ്ഞു കൊടുത്ത അടയാളം. ഞാനിവിടെ നിസ്കരിച്ച് നെറ്റി ഉയർത്തുന്ന സമയത്ത് എൻ്റെ നെറ്റിത്തളത്തിൽ നിങ്ങൾക്ക് ചളിയും അതുപോലെ തന്നെ വെള്ളമൊക്കെ കാണാൻ പറ്റും. തലേന്ന് മഴ പെയ്തുകൊണ്ടാണ്, ചിലപ്പോൾ എല്ലാ ദിവസവും മഴ ഉണ്ടാവും, അത് കണക്കൂട്ടാൻ പറ്റൂല. അങ്ങനെ ഒരു അടയാളം പറഞ്ഞ അന്ന് സ്വഹാബത്ത് അനുഭവിച്ച ലൈലത്തുൽ ഖദർ 21-ാം രാവിനാണ്, ആദ്യഘട്ടത്തിൽ. അല്ല, ലൈലത്തുൽ ഖദറാണ് 22 അങ്ങനെ നിജപ്പെടുത്തിയിട്ടൊന്നുമില്ല, സാധ്യതയാണ് അതൊക്കെ. 23-ാം രാവിനാണെന്ന് ബലപ്പെടുത്തി പറഞ്ഞ മഹാനല്ലേ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. അവരങ്ങനെ അനുഭവിച്ചുകൊണ്ടാണ്, അവരെ ഹയാത്ത് കാലത്ത് ലൈലത്തുൽ ഖദർ അങ്ങനെ അനുഭവിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ ആകാൻ സാധ്യത ഉണ്ട്. 25-നും 27-നും 29-നൊക്കെ ആ വിഷയത്തിൽ തെളിവ് പറഞ്ഞ മഹാന്മാരുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് എല്ലാ രാവിലും കഴിവിന്റെ പരമാവധി ദ്വാർക്കുകയും അള്ളാഹുവിന്റെ മുന്നിൽ ആഖിറത്തിലും ദുനിയാവിലും സലാമത്തിന് വേണ്ടി, വിജയത്തിന് വേണ്ടി, ഇത്ഖിന് വേണ്ടി കേണപേക്ഷിക്കുകയും പാപങ്ങൾ പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് കഴിവിന്റെ പരമാവധി തേടുകയും വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരാൾ കടം ചോദിച്ചപ്പോൾ പണം ഇല്ലാത്തത് കൊണ്ട് ഒരു ആഭരണം കൊടുത്തു വിൽക്കാൻ. പറഞ്ഞ അവധിക്കൊന്നും തിരിച്ചു തരാൻ കഴിഞ്ഞില്ല. 1.5 വർഷത്തിന് ശേഷം അതിന്റെ വില പണം തിരിച്ചു തന്നു. അതിന് സക്കാത്ത് കൊടുക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ അവധി തെറ്റിച്ചത് കാരണം സക്കാത്തിനുള്ളത് അവർ സ്വന്തം ഇഷ്ടപ്രകാരം തന്നാൽ അത് വാങ്ങാൻ പറ്റുമോ? പലിശ ആകുമോ? 2 ചോദ്യം. ചോദ്യം മനസ്സിലായില്ല. പൈസ ചോദിച്ചപ്പോ കാശ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് ആഭരണം കൊടുത്തു. ആഭരണം കൊടുത്തിട്ട് തിരിച്ചു തരാൻ പറഞ്ഞിട്ട് തരാൻ കഴിയാതെ ഒരു വർഷം കഴിഞ്ഞ് 1.5 വർഷത്തിന് ശേഷം തിരിച്ചു തന്നത്. തിരിച്ചു തന്നത് ആഭരണമല്ല, ക്യാഷാണ്. അതിന്റെ കാശാണ്, ആഭരണത്തിന്റെ കാശ് കൂട്ടി കൊടുത്താണ്. ആ കൊടുത്ത ഇതിന് ഈ ഇത്ര അവധി വന്നില്ല, 1 വർഷം കഴിഞ്ഞല്ലോ, അതിന് സക്കാത്തുണ്ടോന്നോ? ഒന്നാമത്തെ ചോദ്യം. 2ാമത്തെ ചോദ്യം, ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട കാശ് അവധി തെറ്റിച്ചത് കൊണ്ട് അവർ ആ സക്കാത്ത് കൊടുക്കാനുള്ള കാശും കൂടി കടം വാങ്ങിയാൽ തന്നിട്ടുണ്ട്, അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? പലിശ ആകുന്ന 2ാമത്തെ ചോദ്യം. അതിന് 1ാമത്തെ ചോദ്യത്തിന്റെ മറുപടി, സക്കാത്ത് കൊടുക്കാൻ തരത്തിലുള്ള ആഭരണം ഉണ്ടെങ്കിലേ സക്കാത്ത് കൊടുക്കേണ്ടേ ഉള്ളൂ. സക്കാത്ത് കൊടുക്കേണ്ട കണക്ക് അത്രയും ആഭരണം നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഉദാഹരണമായി പറഞ്ഞാൽ ഏറ്റവും ചെറിയ കണക്ക് 10.5 പവനാണ്. 10.5 പവൻ മുതൽക്കാണ് തുടങ്ങുന്നത്. ആഭരണം ധരിക്കുന്ന ആഭരണത്തിലല്ലോ, ഇതിപ്പോ കടം കൊടുത്തതിനെ പറ്റിയാണ്. ധരിക്കാൻ 50 പവൻ ആഭരണം ധരിച്ചാലും സക്കാത്ത് വരില്ല, അത് വേറെ. ആഭരണത്തിലെല്ലാം ഇതിപ്പോ കടം കൊടുത്തല്ലോ, പണയം കൊടുത്തൊക്കെ വരും. അപ്പൊ 10.5 പവൻ കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ഈ സക്കാത്തിന്റെ മസല വരുന്നത്. നിങ്ങളിപ്പോ കൊടുത്ത ഒരു 4 പവനാണ് 5 പവനാണ്, അതിന്റെ കാശ് കിട്ടി, എന്നാ ഈ വിഷയം അവിടെ വരൂല, സക്കാത്തിന്റെ വിഷയം വരൂല. അപ്പൊ പിന്നെ ഈ ചോദ്യത്തിനൊന്നും വിഷയമല്ല. 10.5 പവൻ അതിന്റെ മേലോട്ട് ഇനി 15-20 ആണ് കടം കൊടുത്തത് എങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ടത് കാശല്ല, പിന്നെ സ്വർണ്ണാണ്. അപ്പൊ ഈ 2ാമത് ചോദ്യത്തിലുള്ള ക്യാഷ് വാങ്ങാൻ പാടില്ല, കാശല്ല സക്കാത്ത് കൊടുക്കേണ്ടത്. ആ ആഭരണത്തിന്റെ സക്കാത്ത്, അതായത് സൂക്ഷിക്കാൻ കൊടുത്താലോ കടം കൊടുത്താലോ കൊടുക്കേണ്ടത് കാശല്ല, എന്താണ്? ആഭരണം. ജ്വല്ലറിക്കാരൻ സക്കാത്ത് കൊടുക്കേണ്ടത് ആഭരണമല്ല, ക്യാഷാണ്. കാരണം ജ്വല്ലറിയിലുള്ളത് അത് കച്ചവട വസ്തുവാണ്. ജ്വല്ലറിയിൽ കൊണ്ടുവച്ച സ്വർണവും വെള്ളിയൊക്കെ എന്താ? കച്ചവട വസ്തു അല്ലേ? അപ്പൊ അതിന്റെ റേറ്റ് കൂട്ടിയിട്ട് കച്ചവടത്തിന്റെ സക്കാത്ത്, അത് കാശാ കൊടുക്കണ്ടേ? അപ്പൊ പീടികയിൽ ഇപ്പൊ ഉപ്പും പഞ്ചാരൊക്കെ വെക്കുന്ന ഉപ്പാണ് സക്കാത്ത് കൊടുക്കണ്ടേ? കാശല്ലേ? അതേപോലെ അയാള് കാശാ കൊടുക്കേണ്ടത്, സ്വർണം വെള്ളിയല്ല.
ഇത് സൂക്ഷിക്കാൻ വേണ്ടി വെച്ച ആഭരണം ഉണ്ടാവും. ചിലപ്പോ ഒരു 10-40 പവനുണ്ട്, ഒരു 20 പവൻ സൂക്ഷിക്കാൻ വെച്ചു. അല്ലെങ്കിലോ 20 പവൻ അനുജത്തിനെ കെട്ടുമ്പോ ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് അനുജത്തിക്കാണ് കൊടുത്തു. ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാപ്പ പുതിയ എടുത്തു കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് വാങ്ങാതിട്ട് വായ്പ കൊടുത്താണ്. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ കാശില്ലാത്തത് കൊണ്ട് പണയം വെക്കുന്ന രൂപത്തിന് അതിന് വായ്പയായിട്ട് ഇത് കൊടുക്കും, ആഭരണം കൊടുക്കും. അത് 15-20 10.5 പവനിൽ ഏറെ ഉണ്ടെങ്കിൽ, 10 ചുരുങ്ങിയ അളവ്, 2.5% സക്കാത്ത് കൊടുക്കണം. കൊടുക്കേണ്ടത് കാശല്ല, സ്വർണ്ണ. അപ്പൊ ഈ കാശ് വാങ്ങാൻ പറ്റുമോ എന്ന് പറഞ്ഞത് വാങ്ങാൻ പറ്റൂല. കാശ് ആ വിഷയത്തിൽ വാങ്ങിയാൽ ആ ചോദ്യത്തിലുള്ളതുപോലെ പലിശ ഇനത്തിലേക്ക് പെടും. അതുകൊണ്ട് സക്കാത്തിന്റെ കാശ് അയാളല്ല തരേണ്ടതും, കൊടുക്കേണ്ടവരാണ്. അവരവധി തെറ്റിച്ചു എന്നുള്ളത് നമുക്ക് സക്കാത്ത് കൊടുക്കാൻ അല്ലാഹു തആല ഒരു കാരണമാക്കിയതാന്ന് കൂട്ടിയാൽ മതി. അവരെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട. അതിനൊരു കാരണമായി വന്നതാണ്. ചിലപ്പോ നമ്മൾ കടം കൊടുത്താൽ 4 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോ 1 വർഷം 2 വർഷമൊക്കെ മാറാറുണ്ടല്ലോ. അതേപോലെ കൂട്ടിയാൽ മതി. സക്കാത്ത് കൊടുക്കാനുള്ള വകുപ്പാണ്. ഇതെന്താണ്?